ഫൗണ്ടേഷൻ്റെ ഞാൻ കരുതലോടെ ഞങ്ങളെല്ലാവരെ കരുതുന്നവരാ ഞങ്ങളെ കരുതുന്നത്. ജ്ഞാനികളുടെ ഒരു മത നേതാവല്ല, മറിച്ച് സകലരുടെയും കണ്ടിന്യൂനിയായ എല്ലാവരുടെയും ഫാദർ എന്ന് പറയും. എല്ലാവർക്കും ബൈബിളിൽ ഒരു വാക്കുണ്ട്, നിരപവാദ്യം എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ഉപയോഗിച്ചു. എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ നല്ല മനുഷ്യർക്കും കൊച്ചു കൊച്ചു അപവാദങ്ങളൊക്കെ കേൾക്കും. എന്നാൽ അതൊന്നും അഫക്റ്റ് ചെയ്യാത്ത, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കർമ്മപഥത്തിൽ ഒരത്ഭുതമായി തുടരുന്ന ബഹുമാന്യായ ചെറുമേലച്ഛൻ്റെ ഓരോ കാര്യങ്ങളും പറയാൻ പോയാൽ എനിക്ക് ഒത്തിരി സമയം വേണ്ടി വരും. എന്തായാലും ഞങ്ങളുടെ അഭ്യുദയകാംക്ഷയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് അഡ്വൈസുകൾ തരികയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ അച്ഛൻ തക്ക സമയത്തെത്തി ഇന്ന് ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഡെവിസ് ചെറുമേലച്ഛനാണ്. അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സാറ് ഭിന്നശേഷി കമ്മീഷണറായിരുന്നു. ഇപ്പോൾ അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പ്രിൻസിപ്പൽ ലീഗൽ അഡ്വൈസറാണ്.
സാർ ഏത് മേഖലയിലും സെഷൻസ് ജയിച്ചു, ഏത് മേഖലകളിൽ ഇരുന്നോ അവിടെ എല്ലാം വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ കമ്മീഷണർക്ക് ആ വകുപ്പിന് ഇത്രയും ശക്തിയുണ്ടെന്ന് മനസ്സിലായത് സാറ് കയറിയതിനു ശേഷം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പിന്നെ വാർത്തകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അംഗപരിമിതയായ ഒരു കുട്ടിക്ക് ലൈസൻസ് കൊടുക്കുന്ന ഒരുപക്ഷെ ഏഷ്യയിലെ ആദ്യത്തെ സംഭവം നടത്തിയത് പഞ്ചാബ് സാറാണ്. അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ലൈസൻസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ സാറിക്കുന്ന മേഖലകളിലെല്ലാം നടന്നിട്ടുണ്ട്. മാവേലിക്കൻ്റെ ഉള്ള ഒരാളെന്നോട് പറഞ്ഞു, പഞ്ചാബ് കേശനാവരുന്നു പറഞ്ഞിട്ട്, എൻ്റെ സാറേ ബഹുമാനപ്പെട്ട DB ബിനുസാർ. DB ബിനുസാറിനെ നമ്മൾ അറിയുന്നതൊക്കെ വിവരാവകാശത്തിൻ്റെ അത് നമുക്ക് കേരളത്തിന് വളരെ ലളിതമായിട്ട് പരിചയപ്പെടുത്തി തന്ന ചെറിയ ഒരു നിയമത്തിന് വലിയ ശക്തിയുണ്ടെന്ന്, അത് ജനങ്ങളുടെ ശക്തിയാണെന്ന് പരിചയപ്പെടുത്തിയ, പഠിപ്പിച്ച അനേക പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ, മിനിസ്റ്റേഴ്സ്, രാഷ്ട്രീയക്കാർ, അവരെയൊക്കെ പഠിപ്പിച്ച, ഇപ്പോൾ അദ്ദേഹം എറണാകുളത്തെ കൺസ്യൂമർ കോർട്ടിൻ്റെ ജഡ്ജിയായിട്ടിരിക്കുന്നു. ഞാനും സാറുമായിട്ട് 25 വർഷത്തെ ബന്ധമുണ്ട്. എൻ്റെ സഹോദര തുല്യമായി സ്നേഹിക്കുകയും ഞങ്ങളെ ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുകയും ചെയ്യുന്ന അദ്ദേഹം കുടുംബമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഇന്നിവിടെ വന്നിട്ടുണ്ട്. അവരെ സാറിനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ബഹുമാനായ MLA സനീഷ് കുമാർ ജോസഫ്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് നല്ല തിരക്കുണ്ട് MLAക്ക്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞാൻ കമ്പനി ചെയ്യുന്നില്ല, വരാൻ സാധിക്കുമെങ്കിൽ സന്തോഷം, അല്ല ഞാൻ വരുമെന്ന് പറഞ്ഞു. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിങ്ങിനും നമ്മുടെ എല്ലാ മീറ്റിങ്ങുകൾക്കും വരാൻ നിവൃത്തിയുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം മീറ്റിങ്ങിനല്ല, ഏത് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളും. ഇവിടെ പൊതുവെ അദ്ദേഹത്തെ പറ്റി പറയുന്നത് ജാടയില്ലാത്തൊരു MLA എന്ന്. ആരുടെയും അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ അതുപോലെ കോളേജ് പഠിക്കുന്ന കാലം മുതലേ ഒരു നേതാവിൻ്റെ സകല ഗുണങ്ങളും കാണിച്ചിട്ടുള്ള ആളാണ് സനീഷ് കുമാർ ജോസഫ്. ഞങ്ങളുടെ ഒരു ഭാഗമാണ്. അദ്ദേഹത്തെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ബഹുമാനായ ശ്രീ KR ഗോപികൃഷ്ണൻ. വളരെ നാളുകളായിട്ട് സഹോദര ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. വലിയ പത്രക്കാരനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പത്രപ്രവർത്തകനാണ്. അല്ലെങ്കിൽ അനാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ താൻ ഒരു വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞൊരു പബ്ലിസിറ്റി ഇല്ലാതെ വളരെ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കുകയും വിഷയങ്ങൾ പഠിച്ച് അത് പ്രസൻറ്റ് ചെയ്യുകയും അങ്ങനെ 1-2 മേഖലകളിലൊക്കെ അദ്ദേഹം അല്ലെങ്കിൽ ചാനലുകളിലൊക്കെ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. അവിടെ എല്ലാം അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 24-ലെ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് ബഹുമാന്യനായ KR ഗോപികൃഷ്ണൻ. ഇവിടേക്ക് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. പിന്നെ നമ്മുടെ ചെയർമാൻ ഫൗണ്ടർ ബാബറിനെ ഞാനല്ല സ്വാഗതം ചെയ്യണ്ടേ, എന്നെ ബാബറാണ് സ്വാഗതം ചെയ്യണ്ടേ. പക്ഷേ ഈ ദൗത്യം കിട്ടിയോണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇവിടുന്ന് 7 കടലുകൾക്ക് അപ്പുറത്ത് ഒരു മലയാളിക്ക് കിട്ടിയ പണത്തിൻ്റെ നല്ല പങ്ക്, സമയത്തിൻ്റെ നല്ല പങ്ക്, ചിന്താശേഷിയുടെ നല്ല പങ്ക്, 5-6 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് എനിക്ക് പോകാനൊരിടമില്ല, എന്നെ നോക്കാൻ ആരുമില്ല എന്ന് പറയുന്ന വൃദ്ധ മാതാപിതാക്കൾക്ക് വെറുതെ ഒരു അനാഥ മന്ദിരത്തിൻ്റെ ലേവലിലല്ല, എൻ്റെ അച്ഛനെ എങ്ങനെ ഞാൻ നോക്കുന്നു, എൻ്റെ അമ്മയ്ക്ക് എന്ത് പ്രിവിലേജ് എന്നിൽ നിന്ന് അല്ലെങ്കിൽ എന്ത് കെയർ എന്നിൽ നിന്ന് കിട്ടണോ അത് കിട്ടണമെന്ന് പറഞ്ഞ് അതേ രീതിയിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ദർശനത്തെ സാക്ഷാത്കരിക്കാൻ രായും പകലും അധ്വാനിക്കുകയും ചെയ്യുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ എല്ലാ മുഴുവൻ സപ്പോർട്ട് കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പം ബാബു എന്ന് ഞാൻ പറയുന്നുണ്ട്, ബാബു ലൗലി എന്നേ പറയത്തുള്ളൂ. അങ്ങനെ കഴിഞ്ഞ 5 വർഷമായിട്ട്
ഞങ്ങളെ പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം, നമുക്ക് ഈ നടത്തിപ്പിന് ആവശ്യമായ പണം ഒരു പ്രധാന ഘടകമാണ്. അപ്പം അതിനകത്ത് അദ്ദേഹം അധികം അങ്ങനെ ഒരു ഇൻട്രോവേർട്ടാണ്. ഒരു പക്ഷേ ഫാമിലി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്നോടായിരിക്കും, അല്ലെങ്കിൽ ഐ.പി. ജോസഫിനോടായിരിക്കും. എന്നോട് അദ്ദേഹത്തിന് സ്നേഹം മൂത്തിട്ടല്ല, ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മച്ചിമാരോടുള്ള സ്നേഹം മൂത്തിട്ട് അതെങ്ങനെ നടക്കുന്നു എന്നറിയാൻ ചോദിച്ചറിയുന്നതാണ്. എല്ലാ ദിവസവും അപൂർവങ്ങളായ ദിവസങ്ങളെ അദ്ദേഹം എടുത്തുള്ളൂ. കണ്ണും കാതും അല്ലെങ്കിൽ ദൃഷ്ടി വെച്ച് ഈ വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കുക. അനാഥൻ എന്നൊരു വേർഡ് പറയരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻമേറ്റ് എന്നൊരു വേർഡ് ഇവിടെ ഉപയോഗിക്കാറില്ല, റെസിഡന്റ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇതിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയാൽ 5 വർഷം കംപ്ലീറ്റ് ചെയ്യുക ഇതേ സേവനത്തിൽ തന്നെ, അതിൽ വ്യതിചലിക്കാതെ. മുൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ബഹുമാനപ്പെട്ട മോഹൻദാസ് സാർ പറഞ്ഞു, ഇന്ത്യയെ ഞാൻ ഇതുപോലൊരു സ്ഥാപനം സൗജന്യമായി നടത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹം ചുമ്മാ പറഞ്ഞല്ല, ഞങ്ങളുടെ അടുക്കളയിൽ കയറി നോക്കി, ഇവരുടെ എല്ലാം പിന്നെ കിടക്കുന്ന സ്ഥലത്ത് ബാത്റൂമിൽ ഇവരുമായിട്ടെല്ലാം സംവദിച്ച് അതിനുശേഷം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. എനിക്കതിലൊത്തിരി അഭിമാനമുണ്ട്. അതിനെല്ലാം കാരണഭൂതനായ, അല്ലെങ്കിൽ ഇതിൻ്റെ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് പിന്നെ ദർശനം വഹിച്ച, അതുപോലെ നടപ്പിലാക്കിയ ബഹുമാന്യനായ ബാബു ചെറിയാൻ ലൗലിയോട് ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ അധികം ആരും ഒരുപക്ഷെ അറിയാത്ത ആളായിരിക്കാം ബഹുമാന്യനായ ജോൺ വർഗീസ്. ഞങ്ങൾ റാൻചാന്ന് വിളിക്കും. ഞങ്ങളെ നാളുകളായിട്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളെ പ്രാർത്ഥിക്കുകയും പ്രചോദിപ്പിക്കുകയും ഞങ്ങളുടെ ഉദ്ഘാടനങ്ങൾക്കൊക്കെ വരികയും മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരുന്ന, ആത്മീയ ഉപദേശങ്ങൾ തരുന്ന ബഹുമാന്യനായ ശ്രീ ജോൺ വർഗീസിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വൈസ് ചെയർമാൻ ആയിരിക്കുന്ന കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പൽ ശ്രീ എബ്രഹാം സാറ് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്. ഒരു 10-20 വർഷമായിട്ടുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. സാറ് ഞങ്ങളുടെ വൈസ് ചെയർമാനാണ്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ തലനനച്ച ഒരാൾ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. ഞങ്ങളെ ഒത്തിരി കാര്യങ്ങൾ ഗൈഡ് ചെയ്യുന്ന ബഹുമാന്യനായ എബ്രഹാം സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാം. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ഡെന്നി മെമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഡെന്നി മെമ്പർ നമ്മുടെ സ്ഥാപനം തുടങ്ങിയപ്പോൾ മുതലേ നമ്മുടെ കൂടെ നിൽക്കുന്നയാളാണ്, ഞങ്ങളിലൊരാളാണ്. ഒരിക്കലും ഞങ്ങൾക്ക് ഡെന്നി മെമ്പറെ മറക്കാൻ ഒന്നും സാധിക്കത്തില്ല. ഡെന്നി മെമ്പറെ സ്വാഗതം ചെയ്യുക. വേദിയിൽ അല്ലെങ്കിൽ ഇത് മുഴുവൻ വേദിയാണ്. സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ അപ്പച്ചനമ്മച്ചിമാരെ എല്ലാം പറയാൻ പോകുന്നത് അത്ര ജനകീയനായ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാ ബഹുമാനപ്പെട്ട നാട്ടുകാരും, ഈ മാതാപിതാക്കളുടെ ബന്ധുക്കളായിട്ടുള്ളവർ, നമ്മുടെ ജീവനക്കാർ, അതുപോലെ തന്നെ പാട്ടുപാടാനും ശ്രീ പോൾസൺ സ്റ്റീഫൻ, ബിനു ചാരുത, അദ്ദേഹത്തിൻ്റെ മകൻ, മൈക്ക് സിസ്റ്റം, എല്ലാവരെയും അതിനേക്കാളൊക്കെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന നമുക്ക് പബ്ലിക് റിലേഷൻ വർക്കൊക്കെ ചെയ്തിരുന്ന ബിനിയും റോബർട്ടും, അവരുടെ ഇടപ്പള്ളിക്കാരാണ്. അവരും നമ്മളെ സഹായിക്കാൻ പ്രിയ സിസ്റ്റേഴ്സ് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത കാര്യപരിപാടികളിലേക്ക് നിൽക്കാം. ഈ ദൈവം നമ്മളെ അടുത്തത് ആമുഖ സന്ദേശം ശ്രീ ബാബു ചെറിയാൻ. എന്താ പറയേണ്ടതെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. സന്തോഷം കൊണ്ട് എന്താ പറയുന്നത്, ഹൃദയത്തിലെ സന്തോഷം കൊണ്ടുള്ളൊരു വിങ്ങലുണ്ടാകും പറയുമ്പോൾ. എന്നാലും ഒത്തിരി അഭിമാനത്തോടെ അതിനപ്പുറത്ത് ദൈവത്തോടുള്ള നന്ദി നിറഞ്ഞ ഹൃദയത്തോട് തന്നെ ഞാനിവിടെ നിൽക്കുന്നു. നിങ്ങളെല്ലാവരും ഈ 5ാമത്തെ വാർഷികത്തിന് വരുവാനും ഇതിൽ സംബന്ധിക്കുവാനും ഈ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും കണ്ട് അവരോട് കുശലം പറയുക, അവരെ ഒന്ന് അനുമോദിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു കൈ കൊടുക്കുക, അവരുടെ പുറത്തൊന്ന് തട്ടുക, അവരുടെ ഒരു കുശലം അന്വേഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ കടന്നു വന്നതിന് ആദ്യമായിട്ട് തന്നെ
ഞാൻ നന്ദി പറയുന്നു. സദസ്സിലെ വിശിഷ്ടരായ അതിഥികളുണ്ട്. എൻ്റെ ഭാര്യ ഇവിടെ എൻ്റെ കൂടെ നിൽക്കേണ്ടതാണ്. ഇഫ് യു ക്യാൻ. ലവ്ലി ഒത്തിരി സഭാകമ്പമുള്ളൊരു സ്ത്രീയാണ്. ഒരിക്കൽ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾ പോകുന്ന ചർച്ചിൽ പാസ്റ്റർ പറഞ്ഞു, നമ്മുടെ ഈ ഒരു സംരംഭത്തെക്കുറിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചർച്ചിൽ ഈ സംരംഭത്തെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബാബു ലവ്ലിയും കൂടെ വന്നത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം നേരിട്ട് പാസ്റ്ററോട് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ബാബു തന്നെ പറയാം, അല്ലെങ്കിൽ പറയാതിരിക്കാം, ഞാൻ സ്റ്റേജിൽ കയറില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ പറയേണ്ടി വന്നു. അപ്പോൾ ഒത്തിരി സഭാകമ്പമുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ വലതുകരം എന്ന് തന്നെ പറയാം, എൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് തന്ന് ഞാൻ മറന്നു പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് അതിനുള്ള ഡയറക്ഷൻസ് എല്ലാം തന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹധർമ്മിണിയാണ്. അപ്പോൾ എനിക്ക് കിട്ടേണ്ട കൈയടി മുഴുവൻ പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിനാണ്. (2015) സെപ്റ്റംബർ മാസത്തിലാണ് ഈ സ്ഥലം ഞങ്ങൾ വന്ന് കണ്ട് ഇത് വാങ്ങിക്കുന്നത്. കണ്ടത് ഓഗസ്റ്റ് മാസത്തിലാണ്. അന്ന് രാജാവ് ഞങ്ങളോട് ഉണ്ടായിരുന്നു സ്ഥലം കാണാൻ വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഏകദേശം അവിടെ നിന്ന് കയറി വന്ന് ഇപ്പോൾ നമ്മുടെ ആ കിളികളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നതുണ്ടല്ലോ, അവിടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ വാസ്തവമായിട്ടും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആ ഒരു ദൈവിക ശബ്ദം കേട്ടു, ഇവിടെയാണ് നീ പണിയേണ്ടത്. നൽകി തന്നിരുന്ന ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരിക്കണം. അപ്പച്ചന്മാരെ അവിടെ ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല പച്ചപ്പ് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. അങ്ങനെ വന്ന് ഞങ്ങൾ ഈ സ്ഥലം കണ്ടപ്പോൾ ഇതിന്റെ ഭൂപ്രകൃതിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ചിലപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കില്ലായിരിക്കും. പക്ഷെ ദൈവം ഈ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരുക്കി വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. നല്ല വഴിയില്ല, വെള്ളത്തിനുള്ള സൗകര്യങ്ങളില്ല. കൂടെ വന്നവര് എനിക്കെന്താ വട്ടുണ്ടോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് ഈ സ്ഥലം വാങ്ങിക്കാൻ. പക്ഷെ എനിക്ക് മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു അത് ഞാൻ കേട്ടത് ദൈവിക ശബ്ദമായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുവാനും പിന്നീട് ബിൽഡിങ്ങിന്റെ എല്ലാം ഒരുക്കി എല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുവാനും അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ഇവിടെ കൊണ്ടുവരാനും 2019 ഓഗസ്റ്റ് മാസം 17-ാം തീയതി 2 അമ്മച്ചിമാരെ വെച്ച് നമ്മൾ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് ഇവിടെ തുടങ്ങിയതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ദൈവം ഇതിൻ്റെ എല്ലാ നടത്തിപ്പുകാരനുമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ഇതിൻ്റെ നടത്തിപ്പിന് ആദ്യമായിട്ട് എല്ലാ സ്റ്റാഫിനോടും ഞങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അവരെ കരുതുന്നുണ്ട്. അവരുടെ അപ്പച്ചന്മാരെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ അയ്യപ്പ സാറ് പറഞ്ഞതുപോലെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ അവർ കരുതുന്ന ഒരു സ്റ്റാഫ് മെമ്പറായിട്ടല്ല, അവരുടെ തന്നെ ഒരു ഫാമിലി അല്ലെങ്കിൽ അവരുടെ തന്നെ അപ്പച്ചൻ അല്ലെങ്കിൽ അമ്മച്ചിയെ കരുതുന്നത് പോലെ അവരെ കരുതി കൊണ്ടുനടക്കുന്ന സ്റ്റാഫിനോട് എല്ലാവരോടുമുള്ള ആ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കട്ടെ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഞങ്ങളെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളുടേതായ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടേതായ പ്രയത്നത്തിന്റെ ഫലങ്ങളൊന്നുമല്ല. ദൈവം ഞങ്ങൾക്ക് അതിനുള്ള ഡയറക്ഷൻസ് അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഇത് പറഞ്ഞു, ഇത് നീ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോവുക, ഇന്ന പോലെ ചെയ്യുക, അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരാം. അപ്പൊ ഞങ്ങൾ ഇതിനൊരു ഇടക്കാരനായിട്ട് അങ്ങനെ നിന്നു പോകുന്ന 2 വ്യക്തിത്വങ്ങളാണ്. കാരണം ഞങ്ങൾ ഈ ലോകത്ത് നിന്നും ഉണ്ടായിരിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ കാലം കഴിഞ്ഞു. ഈ 65 പേർക്ക് 65 മാനസികാവസ്ഥ, 65 സ്വഭാവം, അങ്ങനെ എല്ലാമായിട്ടാണ്. പക്ഷെ എല്ലാം ക്രോഡീകരിച്ച് ദൈവത്തിൻ്റെതായ ഒരു നടത്തിപ്പിലെല്ലാം വളരെ ഭംഗിയായിട്ട് ഇത് നടന്നു പോകുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എപ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും ഓർമ്മ വരുന്ന ഒരു ദൈവവാക്യമുണ്ട്. അതിങ്ങനെ പറയുന്നു, നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. ഒരു മനുഷ്യന് ഏറ്റവും മടുത്തു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നന്മ ചെയ്യുക. കാരണം നമ്മളെല്ലാം മനുഷ്യരെല്ലാം പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഒരു ഓർഗനൈസേഷൻ തുടങ്ങാനായിട്ട് തുടങ്ങിയപ്പോൾ പല ഫെസിലിറ്റീസ് ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഞങ്ങൾ തിരുവല്ലയിലുള്ള ഒരു ഫെസിലിറ്റി ഞങ്ങൾ വിസിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ പാസ്റ്ററുടെ വൈഫ് എൻ്റെ അടുക്കൽ പറഞ്ഞത്, വൈകുന്നേരമാകുമ്പോൾ തിരിച്ചൊരു നന്ദി വാക്കെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ
ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത്. കാരണം അത് കിട്ടില്ല. ഒരു മനുഷ്യനെ 100% സംതൃപ്തനാക്കി കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റില്ല. നമുക്കെല്ലാം കൊടുക്കാൻ പറ്റും. എന്നാലും വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയൊരു കുറവുണ്ടെങ്കിൽ ചെറിയ മുറിവുറുപ്പുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ മടുപ്പിക്കാതെ നന്മ ചെയ്യുന്നതിൽ ഒട്ടുപോലും മടുത്തു പോകാതെ ഇരിക്കുക എന്നുള്ള ഒരു പ്രമാണം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതാണ് ഞങ്ങൾ രണ്ടുപേരും പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അല്ലെ വിചാരിക്കും, ബാബു ലവ്ലി ദമ്പതികൾ അവർക്ക് അമേരിക്കയിൽ കടന്നു പോകാനുള്ളതുണ്ടായി, അവർക്ക് അവിടെ നല്ല ജോലിയുണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട്, അവരതിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ വരും അല്ലെ. അതേസമയത്ത് മദർ തെരേസ പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മ വരികയാണ്. അതിവിടെ എവിടെയോ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും മഹത്തരമായ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എല്ലാവർക്കും വളരെ കൊച്ചു കാര്യങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ കൊച്ചു കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും അല്ലെ. ഓരോരുത്തരും കൊച്ചു കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് അതൊരു സമൂഹത്തിന് നന്മയായിട്ട് മാറുന്നത്. നിങ്ങൾ എല്ലാവരും പോയി നാളെ പോയി ഒരു ഓൾഡ് ഏജ് ഹോം ഇതുപോലെ തുടങ്ങി അമ്മച്ചിമാരെയും കൊണ്ടുവന്ന് സംരക്ഷിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കടന്നു പോവുക, ഒന്നും ചെയ്യണ്ട, ഒന്നും കൊടുക്കണ്ട, അമ്മച്ചിമാരെ ഒന്ന് കാണാൻ ശ്രമിക്കുക, അവരുമായിട്ടൊന്ന് സംസാരിച്ചിരിക്കാൻ ശ്രമിക്കുക. അതാണ് അവർ ഏറ്റവും ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെ ഒന്ന് കാണുക, അവരുമായിട്ട് സംസാരിച്ചിരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കുക. അത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. പിന്നെ നമ്മളെല്ലാവരും ബർത്ത്ഡേ അല്ലെങ്കിൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരെയും കൂടെ കൂട്ടി നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുക, ഒരു മൂവിക്ക് പോവാ, അത് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ കൂട്ടി ഇവിടെ ഒന്ന് കടന്നു വരിക അല്ലെ. ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ മോന്റെ ബർത്ത്ഡേ ഞങ്ങൾ ഈ പേരൻസിന്റെ കൂടെ ആഘോഷിക്കാൻ പോകും. ഒത്തിരിയും പേര് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ കാര്യമാണ് അത്. അതിന്റെ സാമ്പത്തികമായ നേട്ടം അല്ലെങ്കിൽ അതിന്റെ സാമ്പത്തികമായ വശമല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വസിക്കുന്ന അമ്മച്ചിമാർക്കും എങ്ങനെ ഒരു സന്തോഷം, ഒരു നിമിഷത്തെ സന്തോഷം, ഒരു അരമണിക്കൂറത്തെ സന്തോഷം എങ്ങനെ അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തർ നോക്കണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെറിയ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഒരു മാനസികമായ അവസ്ഥ എല്ലാവരിലും ദൈവം ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ. മനുഷ്യർ തമ്മിൽ കരുതുന്നവർ. എന്നാലും നമ്മൾ ഇന്ന് അടി വഴക്കിന്റെ കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ പത്രങ്ങളിലും അല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ ന്യൂസുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ യുദ്ധങ്ങൾ അതിൻ്റെതായ ഒരു അനുഗ്രഹം നിങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. ഞങ്ങൾക്ക് ഈ 5 വർഷത്തെ വാർഷികത്തിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് ഇങ്ങോട്ട് കടന്നു വന്ന വഴി. എല്ലാവരും കടന്നു വന്ന വഴിയല്ലേ അല്ലേ. കഴിഞ്ഞ മാസമായി തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ മാനുഷികമായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. എങ്കിൽ കൂടിയും ദൈവികമായി നടന്നൊരു സംഗതിയാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഞാൻ വന്ന ഏപ്രിലിൽ തിരികെ പോകുമ്പോൾ ഒരു മൂവ്മെന്റും ഇല്ല, ഒരു ചലനവും ഇല്ലാതെ കിടന്നൊരവസ്ഥയാണ്. ഓരോ പ്രാവശ്യം പോയി വണ്ടി വഴിയിൽ കടന്നുപോയി കല്ലിൽ കയറി പോകുമ്പോഴും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി, ദൈവമേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ലൊരു റോഡിൽ കൂടി കടന്നു വരാൻ ഇടയാക്കണമേ. ഞാൻ മാത്രമല്ല അനേകര് ഇതുവഴി കടന്നുപോയി. അങ്ങനെ ഏപ്രിൽ മാസം തൊട്ട് ഈ എന്താ പറയുന്നത് നമ്മുടെ ഓഗസ്റ്റ് മാസം അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചക്കുള്ളിലാണ് ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് നടന്നത്. അതിനു മുൻപ് മാനുഷികമായിട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയിരുന്നു. ഇങ്ങോട്ടുള്ള വഴിയൊന്ന് ശരിയാക്കി എടുക്കാൻ, വേറെ സ്ഥലത്തൂടെ വഴി കൊണ്ടുവരിക, എക്സിസ്റ്റിംഗ് എങ്ങനെ പറ്റും, പല കാര്യങ്ങളും നമ്മൾ ശ്രമിച്ചു നോക്കി. പക്ഷെ നടന്നില്ല. പക്ഷെ എല്ലാത്തിനും ഞങ്ങൾക്ക് ഉറപ്പ് തന്നത്, ഞങ്ങൾക്കെല്ലാവരും വിശ്വസിച്ചു ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ സമയമാകുമ്പോൾ കൃത്യമായിട്ടും ആ കാര്യങ്ങൾ നടന്നുകൊള്ളുമെന്ന് ഞങ്ങൾ എല്ലാവരും മനസ്സിൽ വിശ്വസിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാലും മാനുഷികമായ നമ്മളുടെ ശ്രമങ്ങൾ ഞങ്ങൾ ഉപേക്ഷിച്ചില്ല. പക്ഷെ ദൈവത്തിന്റെ തക്ക സമയമായപ്പോൾ കൃത്യമായിട്ടും അതിനുള്ള എല്ലാ വഴികളും ദൈവം ഒരുക്കി. അതിന്റെ പുറകിൽ മെയിനായിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ ജോസഫ് സാറാണ്. അദ്ദേഹത്തോടുള്ള നന്ദി, അകമഴിന്റെ നന്ദി ഞാൻ ഈ സമയത്ത് പെരുവൽ ഫൗണ്ടേഷൻ മാത്രമല്ല നമ്മുടെ ഈ ദേശത്തിനും ആ റോഡ് ഒരു അനുഗ്രഹമായി തീരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
നിങ്ങളെല്ലാവരും വന്നു ചേർന്നതിൽ നിങ്ങൾ അക്ഷമരായിട്ട് ഇരിക്കുന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ സമയം ഒത്തിരി കൂടിപ്പോയി, എന്നാലും ഇത്രയും സമയം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ കിട്ടിയതിനായിട്ട് ഞാൻ പ്രസംഗിക്കും. ബഹുമാന്യായ അച്ഛനെ ക്ഷണിക്കും. എല്ലാവരും പെനിവേൽ ഫൗണ്ടേഷന്റെ 5ാമത്തെ നമ്മുടെ വാർഷികാഘോഷത്തിന്റെ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ച ബാബു ചെറിയാൻ, ലൗലി, അവരെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്. ഈ ഒരു വചനം ബാബു പറയുകയുണ്ടായി, നന്മ ചെയ്യുന്നതിൽ ബാബു മറ്റൊരു വചനമുണ്ട്, നന്മ ചെയ്യുന്നവൻ ദൈവത്തിന്റെ സ്വന്തമാണ്, ഈ ലോകത്തിന്റെ അല്ല. അപ്പൊ നന്മ ചെയ്യാനായിട്ട് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു. ഈ ലൗലി തന്നു. ഈ ലവുമ്മ പള്ളിയിട്ടാൽ ലൗലിയും, ലവുമ്മ പള്ളിയിട്ടതാണ് ലൗലി. ബാബുവിന് വേണമെങ്കിൽ ഒരു പള്ളിയിടാം, ബേബിയാക്കാം. അപ്പൊ ദൈവത്തിന്റെ ബേബിയായിട്ടും ദൈവസ്നേഹത്തിന്റെ ഒരു മകളായിട്ടും നിങ്ങളെ ദൈവം തിരഞ്ഞെടുക്കും. വർഷങ്ങൾക്ക് മുമ്പ് അയപ്പ് പിടിച്ചിട്ട് ഞാനിവിടെ വന്നത്. ഇത് ഈ സ്ഥലം കണ്ടുപോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല അതിനിബന്ധനകളൊക്കെ നമ്മൾ കണ്ടുള്ളൂ. പക്ഷെ ഇത് ഞാൻ അടുക്കളയിലൊക്കെ വന്നു. അല്ലടാ, അടുക്കള വന്നില്ല, വന്നു അതിഗംഭി കാപ്പി കുടിച്ചിട്ട് പോയത്. ഞാൻ പറയാണ്, നമ്മള് ഒരാൾക്ക് കൊടുക്കുമ്പോ ഏറ്റവും നല്ലത് കൊടുക്കണം, മോശമുള്ളത് നമ്മൾ എടുക്കുക. പക്ഷെ അങ്ങനെയല്ല. ഞാൻ 2 വർഷം മുമ്പ് ക്രിസ്മസിന് എന്റെ ഇടയിൽ എല്ലാവർക്കും ഓറഞ്ച് കൊടുക്കണം വിചാരിച്ചു. ഒരു കൂടെ ഓറഞ്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരാളെ കൊടുക്കണമെന്ന് പറഞ്ഞു, ഒരുത്തരും കൊടുക്കണം. വലിയായിട്ട് ഒരു ഓറഞ്ച് കൊടുക്കണമെന്ന് നോക്കുമ്പോ അതിന് നല്ല മുഴുത്തിലും നല്ലൊരു ഓറഞ്ച് ഉണ്ട്. അതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോ അത് അവന്റെ കയ്യിലേക്ക് വരിക. അപ്പൊ അവിടുത്തെ പള്ളയിലേക്ക് ഇടും, പിന്നെ എടുത്ത് കൊടുക്കും, പിന്നെ അതിന് മുമ്പിലേക്ക് വരിക. ഇതെന്തിനാ പള്ളയിലേക്ക് ഇടണേ? എന്തിനാ? അത് അവനുള്ളതാ. അതുകൊണ്ട് ഇത് കൊടുക്കാൻ വേണ്ടി കയറി വരുമ്പോ അവൻ മാറ്റി വയ്ക്കും. നല്ലത് മാറ്റി വെച്ചിട്ട്
മോശമുള്ളത് കൊടുക്കാനാണ് മനുഷ്യന് തോന്നുക. പക്ഷെ അത് വ്യത്യസ്തമാകുമ്പോഴാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തമാവുന്നത്. ദൈവം നല്ലത് നമുക്ക് തരിക, ചീത്ത തരില്ല. നമ്മളാണെങ്കിൽ ഈ ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഓശാന ഞായറാഴ്ച അല്ല അവസാന മിഷൻ സൺഡേന്ന് പള്ളിയിലേക്ക് ഓരോ സാധനങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ മിഷൻ സൺഡേ ഓരോ വീട്ടിൽ വരും സാധനങ്ങൾ ചോദിച്ചിട്ട്. അപ്പൊ അവിടെ തെങ്ങ് കയറുമ്പോ തന്നെ അന്തോണിയേട്ടൻ കോണിയുടെ അവിടെ ചില തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് മിഷൻ സൺഡേക്ക് കൊടുക്കാൻ, കരിക്ക് കൊടുക്കാൻ. അല്ല ഞാൻ പറഞ്ഞത്, അപ്പൊ ആ തേങ്ങ എന്താ മാറ്റി വെച്ചോടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിളിക്ക് നോക്കിയപ്പോ വെള്ളമൊന്നുമില്ല, മാറ്റി വെച്ചിരിക്കാൻ പള്ളിക്ക് കൊടുക്കാൻ. അപ്പൊ പലപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലത് കൊടുത്താൽ ഉറപ്പാണ് അതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിലെത്തും, ഒരു സംശയമാണ്. അതാണ് മറ്റേ ആള് പറഞ്ഞത്, ആപ്പിൾ തലയിലുള്ള ഒരാളില്ലേ, അറിയാം, എനിക്കറിയാം. ആള് പറഞ്ഞത് കൊടുത്തതാണ് നിനക്ക് കിട്ടുക. അപ്പൊ ഏറ്റവും നല്ലത് നിങ്ങൾ കൊടുത്താൽ അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങടെ വരും. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇരിക്കുന്ന 45 അമ്മമാരുണ്ടല്ലോ, എന്തോ അവര് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. ഒരു കൈയുടെ അവർക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഇവിടെ എത്തില്ലല്ലോ. എത്ര അമ്മമാരുണ്ടെന്ന് വിചാരിക്കണേ, എത്ര അപ്പന്മാരുടെ വിചാരിക്കണേ? ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ ലോകത്തില്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലത്ത് എന്തോ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പെനുവൽ ഫൗണ്ടേഷനിൽ വന്നിട്ട് ഈ കസേരയ്ക്ക് എന്താ ഇരിപ്പുന്ന, എന്താ കളറ്, റോസ് കളർ സാരി, എന്താ സ്റ്റൈല്. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണ്. ഇവരുടെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചൊരു സ്വർഗമാണ് അവർ ഹൃദയത്തിൽ നിന്നെടുത്ത് ഈ ലോകത്തിലേക്ക് വെച്ചിട്ടുള്ളത്. ദൈവം എല്ലാ മനുഷ്യർക്കും കഴിവ് കൊടുത്തിട്ട് ബാബു പറഞ്ഞ പോലെ ചില ആൾക്കാരൊക്കെ അങ്ങനെ വെച്ചിരുന്ന് ഒന്നും ചെയ്തില്ല. ഞാൻ അമേരിക്കയിൽ വെച്ചിട്ട് ബാബുവിനെ നേരിട്ട് കാണുന്നത് അല്ല, ബാബു കഴിഞ്ഞ ഒരു 2-3 മുമ്പ് ഞാൻ കാണുന്നത്, 3 ആഴ്ചയില്ല, 1 മാസമായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ ബാബുവിനെയും ലൗലിനെയും കാണുന്നത്. അവരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അമേരിക്കയിൽ വെച്ചിട്ടാണ് കണ്ടത്. ഇപ്പോ ഇവിടെ നിങ്ങളുടെ ഈ ഭവനത്തിൽ. അപ്പൊ എന്നെ അയപ്പ് വിളിച്ച് ഇങ്ങനെ വിശേഷങ്ങൾ പറയും. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ നാളെ യുവറൗട്ട് മറ്റേ 6 അടിക്കണുണ്ട യുവരാജ്, എന്തല്ല കാര്യം, ഒട്ടടി ഇതേ കൂടെ 6, അടുത്തടി ഇതേ കൂടെ 6, 6 6. ഇതുപോലെ നമ്മുടെ ഈ പ്ലാനറ്റിൽ നിന്ന് ഔട്ടാവും. പ്ലാനറ്റ് എന്ന് മനസ്സിലായില്ലോ അല്ലേ? ഈ ഭൂമിന്ന് ഔട്ടാവും. മരിച്ചു കഴിഞ്ഞിട്ട് നീ ഇവിടെ തലകുത്തി മറിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടും നിനക്ക് അതിന്റെ ഫലം കിട്ടില്ല, അത് ഉറപ്പാണ്. അത് ചെയ്തോനെ കിട്ടുള്ളൂ. ജീവിതകാലത്ത് നീ എന്ത് ചെയ്യുന്നു? പല മനുഷ്യരുണ്ടല്ലോ, അതാവട്ടെ, അതായത് ബാബു പറഞ്ഞ പോലെ കുറച്ച് കാശാവട്ടെ. ഞാൻ കൊച്ചു ദിവസപ്പെട്ട് കിഡ്നി കൊടുത്ത സമയത്തുണ്ടല്ല, ഒരുത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചു ദിവസപ്പെട്ട് എത്ര കിഡ്നിയാണ് നീ കൊടുക്കാം? 2 അല്ല ഞാൻ പറയാ, എന്ത് അങ്ങോട്ട് കെട്ടുപകാരം കാശുണ്ടല്ലോ, അതിനെന്താ എത്ര കിഡ്നി വേണമെങ്കിൽ വാങ്ങിച്ചു വെക്കാലോ. എന്ത് കണ്ടിട്ട് നീ പറയുന്നത് എത്ര കിഡ്നിയുള്ളിൽ വെക്കാൻ പറ്റുമോ? അപ്പൊ അയാൾ അതിനെ കുറച്ച് കാണിക്കണം. എന്തെന്ന്? അങ്ങോർക്ക് കാശുള്ള കാരണം കൊടുക്കാം, എനിക്കത് പറ്റില്ല, എനിക്ക് കാശില്ല. അതാണ് ആളുടെ വിഷമം. ആള് പറഞ്ഞത് കൊച്ചു ദിവസപ്പെട്ടിട്ട് അത്ര കാശുണ്ടാവുമ്പോ കൊടുക്കും. അപ്പൊ ആളൊരു സമായിട്ടുള്ള തോന്നലുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവം തന്ന വലിയ നിധികൾ നമ്മുടെ കയ്യിലുണ്ട്. ആദ്യത്തെ ദൈവം തന്ന നിധിയാണ് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? നിങ്ങളുടെ കണ്ണ്. ഈ കണ്ണുകൊണ്ട് ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല. അതാണ് പ്രശ്നം. ഞാൻ 4 ദിവസം മദർ തെരേസയുടെ കബറടക്കിലായിരുന്നു. ഞാൻ കുറച്ച് കുട്ടികളും കൊണ്ട് പോയിരിക്കുന്നു. മദർ തെരേസ കണ്ടത് പല ആൾക്കാരും കണ്ടിട്ടില്ല. ബാബു ലൗലി കണ്ടത് കാണുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. കണ്ടില്ല. കേട്ടു
കേട്ടില്ല കേട്ടില്ല, പലരും കേട്ടില്ലെന്ന്, പലരും കണ്ടു കണ്ടില്ല. ഡേവിഡ് സംബന്ധിച്ച് നിന്ന നിൽപ്പിൽ മരിച്ചു പോയിരിക്കില്ല. എനിക്ക് നഷ്ടം ഈ ഭൂമിയിൽ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് ഓർക്കുന്നത് ബെർണാഡ്ഷാണ് തോന്നുന്നത്. അദ്ദേഹം മരിക്കാറായപ്പോ ചോദിച്ചു, നിങ്ങള് അടുത്തൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ആഗ്രഹം? അപ്പൊ അയാൾ പറഞ്ഞെന്നറിയാം, എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആർക്ക്? ബെർണാഡ്ഷാക്ക്. എന്റെ അമ്മോ, അങ്ങോട്ട് പറ്റിയിട്ടില്ലെന്ന്. പലപ്പോഴും നമുക്ക് എന്താണെന്നറിയോ ഇങ്ങനൊരു മനസ്സ് ഉണ്ടാവാത്തത്? നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞിരിക്കുക. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും. ഇങ്ങനെ ഇരുന്നാൽ ഒന്നും നമ്മൾ കാണില്ല. മദർ തെരേസ, ഞാൻ അവിടെ പോയിട്ട് മദർ തെരേസ കിടന്ന മുറി ഇപ്പോഴവിടെ ഉണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോ ആ മുറി കാണാൻ മുകളിൽ കയറിപ്പോയി നോക്കി. മദർ തെരേസ കിടന്ന മുറിയേക്കാൾ അന്തസ്സുള്ള മുറിയിലാണ് നിങ്ങൾ കിടക്കണത്. എന്തൊരു കിടപ്പാട്! നിങ്ങൾ കിടക്കണത് മദർ തെരേസ കിടന്ന മുറിയേക്കാൾ ചന്തമുള്ള മുറിയിലാണ് നിങ്ങൾ കിടക്കണത്. ആ ഫോട്ടോ ഞാൻ ഇട്ടുതരണ്ട, മദർ തെരേസ കിടന്ന മുറിയുടെ ഫോട്ടോ ഇട്ടുതരാം. അപ്പൊ നമ്മള് എത്ര നല്ല മുറിയിൽ കിടക്കുന്നു എന്നുള്ളതിൽ ഒരു പ്രത്യേകതയില്ല. നമ്മുടെ മനസ്സാണ് ഏറ്റവും വിലപ്പെട്ടത്. ഈ ശരീരം ഉണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് ഭംഗി പോവും, ചുക്കിച്ചുളിയും. ആയിക്കോട്ടോ, എല്ലാവരുടെയും ചുക്കിച്ചുളിയില്ലേ? എല്ലാ മനുഷ്യന്റെയും തൊലി ചുക്കിച്ചുളിയും, കറുത്ത കളറാവും, കാഴ്ചയില്ലാണ്ടാവും. പക്ഷെ മനസ്സുണ്ടല്ലോ, ആ മനസ്സ്, അതിനെ അച്ഛൻ പറഞ്ഞ ആദ്യത്തെ നമ്മുടെ ദൈവം തന്ന നിധി കണ്ണാണ്. ഈ കണ്ടുകൊണ്ട് പ്രപഞ്ചത്തിൽ എന്തോരം പൂക്കളെ കാണാം. ആരെ കാണണ്ടേ? ഇപ്പൊ നമ്മളിങ്ങനെ വന്നപ്പോ വഴിയെ കുറിച്ച് പറഞ്ഞു ഇല്ലേ? ആ വഴി ആരെ കണ്ടത്? കാറിലൂടെ വഴി കണ്ടില്ല. നടന്നുകൊണ്ടിരിക്കുമ്പോ എല്ലാവരോടും പറയുന്നത് ചൂടെടുക്കൂലേ? പക്ഷെ എനിക്കില്ല. എനിക്ക് 45 വർഷമായിട്ട് ഈ സാധനം ഇല്ല. എനിക്ക് മൂക്കൊരു ഒറ്റ കാര്യത്തിന് മാത്രം ഉപയോഗമുള്ളൂ, കണ്ണാട വെക്കാൻ. അല്ലെങ്കിൽ പെട്ടുപോയില്ല. മൂക്കിന് അങ്ങനെ ഒരു ഉപയോഗമുണ്ട്, കണ്ണട വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കണ്ണൂലേ. എനിക്ക് 40 ഒരു മണി ഒക്കെ നല്ല മണം, നല്ല സ്മെല്ല. ആ രുചി അപ്പോഴെ നിങ്ങൾക്ക് കിട്ടുന്ന മണം. ഇനി നിങ്ങളെ ഒരാളിങ്ങനെ തൊട്ടു, ഞാൻ പ്രവാസം തൊട്ടപ്പ തന്നെ അവന്റെ തലയിലേക്ക് ഇൻഫർമേഷൻ പോയി, ആരെ തൊട്ടുണ്ടോ വേണ്ട. നിങ്ങളുടെ ഓടാനുകൂടി മനുഷ്യർ ഈ ലോകത്തുണ്ട്. ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? കുഷ്ഠരോഗികളായ മനുഷ്യർക്ക് അവരുടെ സ്പർശന ശക്തി പോയി. തിളച്ച വെള്ളം അവരുടെ കാലിൽ വീണാൽ അവർക്ക് ഒരു കൂസലില്ല, ഒരു വേദനയില്ല. അച്ഛൻ പറഞ്ഞത്, നമുക്ക് ദൈവം തന്ന ഈ നിധികളെല്ലാം ഇല്ലാത്തവരുമായി പങ്കുവെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് മഹത്വം നമുക്ക് തോന്നുക. അമേരിക്കയില് ഞാൻ കുറെ ഫംഗ്ഷനുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും ദൈവം തന്നിട്ടുള്ളത് തുല്യമാണ്. പണമല്ല പ്രധാനപ്പെട്ടത്, പണമല്ല, മനസ്സാണ്. നമ്മുടെ ഈ ശരീരത്തിന് കൂടുതൽ ശ്രദ്ധിച്ചാൽ മനസ്സ് കേടാവും. ശരീരത്തിന് കൂടുതൽ ശ്രദ്ധിക്കരുത്, ആരോഗ്യം ശ്രദ്ധിക്കരുതല്ല പറഞ്ഞത്. ഇതിന് ആ ഭംഗിയിലല്ലോ, ഈ ഭംഗിയിലല്ലോ, ആ ഭംഗിയിലല്ലോ, ഈ ഭംഗിയിൽ നോക്കുമ്പോ അകത്ത ഭംഗി പോകും. ഓരോ ഞാൻ പ്രവാസം പറയായിരുന്നു, ഓരോ ദിവസവും പത്രത്ത് വായിക്കുമ്പോ നമ്മള് ഞെട്ടിപ്പോകും. മനുഷ്യൻ ഈ ലോകത്തില്ലേ? തന്റെ ഭർത്താവിനെ ജീവിത തുല്യം സ്നേഹിച്ച് അയാൾ എന്തെല്ലാം ദ്രോഹിച്ചിട്ടും ഒരു വാക്ക് പോലും ആരോടും പറയാതിരുന്ന ആ ഭാര്യയെ കഴുത്ത് ധരിച്ച് വെട്ടിക്കൊന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിവരം അറിയിച്ച ഒരു ഭർത്താവിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പത്രത്തിൽ വായിക്കുന്നത്. ഇതൊക്കെ നമ്മളെപ്പോലെ ജനിച്ച മനുഷ്യരല്ലേ? അതുകൊണ്ട് ഇവിടെ ഈ പെനുവേൽ നൽകുന്നത് ഇങ്ങനെ അമ്മമാരെ സംരക്ഷിക്കുന്നതല്ല, ഇതൊരു സന്ദേശമാണ്. എനിക്കും നിങ്ങൾക്കും. നേരത്തെ ബാബു പറഞ്ഞില്ലേ, മരിച്ചു പോണതിന് മുമ്പ് ഈ ഭൂമിയിലെ എഴുതി വെക്കണം. നമ്മൾ ഞാനൊരു മനുഷ്യനാണ് എന്ന് എഴുതി വെക്കണം. ബാബു ലൗലിക്ക് എഴുതി വെച്ചു അവർ. ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങളോ ഞങ്ങളുടെ കുടുംബം. ദൈവത്തെ സ്നേഹിക്കുക വെച്ചാൽ എന്താ അർത്ഥം? ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ചായൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യനെ മനസ്സിലാക്കാന്നുള്ളതാണ്. അതില്ലാതെ ഈ ദൈവമേ ദൈവമേ എന്ന് നിലവിളിച്ചാലും
ഈ പാവപ്പെട്ടവന്റെ ധനവാന്റെ ലാസർ ഉപമയിൽ പറഞ്ഞതുപോലെ അവൻ അവിടെ കിടന്ന് നിലവിളിക്കുമ്പോ നീ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇവൻ നിന്നെ വിളിക്കുന്നുണ്ട്. നീ അവൻ വിളിക്കുന്നത് കേൾക്കണില്ല. ഇവൻ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക. ആ ലാസറിന്റെ കഥ യേശു ക്രിസ്തു പറഞ്ഞത് എന്തിനാണെന്നറിയോ? നീ എന്നെ വിളിച്ചിട്ട് നിന്റെ അടുത്ത് കിടക്കുന്നവന്റെ നിലവിളി നീ കേട്ടില്ലെങ്കിൽ നിന്റെ വിളി ഞാൻ കേൾക്കില്ല. ഈ ചെറിയവരിൽ ഒരുവനെ, ഈ അമ്മമാര് അപ്പന്മാരെ നോക്കിയ നിങ്ങള്, അവരുടെ ജീവിതത്തിൽ ഈ കാലഘട്ടം വന്നപ്പോ എന്തോ ഒരു പൊരിഞ്ഞു വേദനയായിരുന്നു. ആര് ഞങ്ങളെ നോക്കും? ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നമ്മൾ പ്രായമാകുമ്പോ നമ്മൾ അച്ഛന്മാരും പ്രായമാകുമ്പോ വേണ്ടട്ടാ. പള്ളിയിലെ ഈ അച്ഛന പിതാവെ ഇതിനൊന്നും മാറ്റോ? എന്ത് അതിന് കൊഞ്ഞപ്പാണ് പിന്നെ ഓർമ്മയില്ല, പിന്നെ പറഞ്ഞതല്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് മാറ്റോ? ഞങ്ങളിൽ മാറ്റൂ. അവിടെ ഞാൻ പിതാവിനോട് എല്ലാവരും പറഞ്ഞിട്ട് ഒരു അറ്റാക്കായിട്ട് മരിച്ചു പോണത് നല്ലത്. കിടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയാസം. മരിച്ചു പോണതിന് ആരും വിഷമിക്കരുതിട്ടാ. ജനിച്ച അപ്പ തന്നെ മനസ്സിലായിട്ട് മരിക്കുന്നത്. ഇത് തൊട്ടാണോ താൻ കിടന്ന് വിഷമിക്കാൻ നിൽക്കുന്നത്? മരിച്ചു പോണതിലല്ല വിഷമം. ജീവിതകാലത്ത് നമ്മൾ ദൈവത്തെയോ മനുഷ്യരെയോ അറിഞ്ഞില്ല. നമ്മുടെ നെടുമുടി പറഞ്ഞ പോലെ അറിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ പ്രയാസം. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു. ഞാൻ അച്ഛനായതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ബഹുമാനിക്കണ്ടാവും. പക്ഷെ ദൈവം എന്നെ ബഹുമാനിക്കുന്നത് അച്ഛനായതിന്റെ പേരിലല്ല, നല്ല മനുഷ്യനായതിന്റെ പേരിലായിരിക്കും ദൈവം എന്നെ ബഹുമാനിക്കുക. മറ്റുള്ളവർ നമ്മളെ വിലമതിക്കുന്നത് അധികാരം, അച്ഛൻ, അതൊക്കെ കുറച്ച് കാലം ഉണ്ടാവുള്ളോ. എനിക്കറിയാലോ, അച്ഛനായിട്ട് പ്രായമായിട്ടുള്ള ആൾക്കാർ തൃശ്ശൂരിലെ അഗതി മന്ദിരങ്ങളിൽ ഇരിക്കേണ്ട അച്ഛന്മാരെ, അവിടെ കാലത്തെ 8:30 മണിയാകുമ്പോ ലൈനാണ്. മുന്തിരി, ആപ്പിള്, ലഡു, ജിലേബി കൊണ്ട് അച്ഛന്മാരെ കാണാൻ വരിയായിട്ട് നിൽക്കണ് എന്ന് നിങ്ങൾ കരുതണ്ട. ഈച്ച പോലും ഇല്ല. അങ്ങനെ കരുതണ്ടെന്ന് കരുതി പോയാലേ ആരുണ്ടാവില്ല. നിങ്ങൾക്ക് പിന്നെ ഇങ്ങനത്തെ വന്നില്ലെങ്കിലും ഉണ്ടാവും. ഞാൻ വെറുതെ തമാശകൾ പറയില്ല. മനുഷ്യൻ അതുകൊണ്ട് മനസ്സിലാക്കും. നമ്മുടെ മനസ്സിന്റെ സൗന്ദര്യമാണ്. എത്ര വസ്ത്രം എടുത്താലും നമ്മുടെ മനസ്സിന്റെ സൗന്ദര്യമാണ് ഏറ്റവും വിലപ്പെട്ടത്. ഞാനൊരു ഉദാഹരണം പറയും. ഒരു സന്യാസി ഒരിക്കലും ഒരു നാട്ടിലെത്തിയപ്പോ അവിടെ അന്തി ഉറങ്ങാനായിട്ട് ഒരു വീട് കണ്ടപ്പോ ചെന്ന് ചോദിച്ചു, ഇന്ന് രാത്രി ഇവിടെ ഒന്ന് കിടന്നോട്ടെ. അപ്പോ ഈ സമ്പന്നനായ മനുഷ്യൻ പറഞ്ഞു, എന്തുകൊണ്ടോ ഇങ്ങനെ ഇറങ്ങി നടക്കും, നെല്ലോന്റെ വീട്ടില് അന്തി ഉറങ്ങാൻ പറഞ്ഞിട്ട്. ഇവിടെ ഒരു സ്ഥലമില്ല. ആട്ടിപ്പുറത്താക്കി വരമ്പുപോയി. ഇയാള് നേരെ പറമ്പിലത്തേക്ക് പോകും. പറമ്പിലത്ത് ഒരു പാറയുണ്ട്. അതിന്റെ മുകളിൽ കയറിയിട്ട് ആലോചിക്കുക എന്ത് വരാണ് വരുന്നത്. അത് ആലോചിച്ച് കുറയുമ്പോ ഭാര്യ വീട്ടിൽ വന്നു. ഇയാൾ പാർവതിയിരുന്നു. താഴത്തെ ഇവിടെ ഇരിക്കുന്നത് വന്ന് ഭക്ഷണം കഴിക്കുക. കുറെ ഇങ്ങോട്ട് വരാൻ എനിക്കിവിടെ ഇരിക്കാൻ ഇഷ്ടം. ഒന്നും മനസ്സിലായില്ല. ആ പറഞ്ഞ വശം ആ വരം വലിച്ചു. അവിടെ ഇരിക്കാൻ ഇഷ്ടം. അവിടെ ഉറച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അന്നാ ഇനി വീട്ടിൽ പോവാലോ എന്ന് വിചാരിച്ചിട്ട് ഇയാള് അന്നാ ഇനി വീട്ടിൽ പോയിട്ട് കൂടെ ഇരിക്കാം. ഒന്നുമില്ല. എന്റെ രണ്ടാമത്തെ വരം പോയി. എനിക്കിവിടെ ഇരിക്കാൻ ഇഷ്ടം പറഞ്ഞില്ലേ. ആ പറച്ചില് രണ്ടാമത്തെ പാറ കുറച്ചു ഞാൻ ഒരൊറ്റ വരള്ളൂ. ആ വരം ഉപയോഗിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ആകെ കൊളാവൂ. എനിക്ക് എഴുന്നേറ്റ് പോകണം. എഴുന്നേറ്റ് പോയി വരം കിട്ടിയിട്ട് വലിയ ഗുണമുണ്ടായില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വലിയ വരം കിട്ടിയിട്ടൊന്നും കാര്യമില്ല. മനസ്സ് നന്നാണ്. അതെല്ലാം പറയുന്നത്. ഇവരെല്ലാം ഇവിടെ ഇപ്പൊ ലവ്ലി, ബാബു, ഐപ്പു, ഇവിടെയുള്ള സ്റ്റാഫ് അംഗങ്ങളും നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് ഇവിടെയുള്ള സ്റ്റാഫിന് ശമ്പളമൊന്നല്ല. നമ്മളിവിടെ ഒരു പക്ഷിക്ക് നിങ്ങൾ ഇത്തിരി വറ്റിട്ട് കൊടുത്താൽ ആ പക്ഷിയെ സൃഷ്ടിച്ച ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. ഇവിടെ നിൽക്കുന്ന ഒരു ചെടിക്ക് നിങ്ങൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ചെടിയെ വളർത്തുന്നവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എന്നാൽ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യരോട് നിങ്ങൾ ഉടുക്കാൻ വസ്ത്രം കൊടുക്കുമ്പോ ദൈവത്തെയാണ് നിങ്ങൾ ഉടുപ്പിക്കുന്നത്. അവർക്ക് നിങ്ങൾ ഭക്ഷണം വാരിക്കൊടുക്കുമ്പോ ദൈവത്തിനാണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്. അവരുടെ പുറത്തുനിന്ന് തലോടുമ്പോൾ നിങ്ങൾ സ്പർശിക്കുന്നത് കർത്താവിന്റെ തോളിലാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ദൈവമായ കർത്താവ് മനുഷ്യന് പറഞ്ഞു കൊടുത്തതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്
മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യനാകാം. ഈ പഞ്ചസാരയുടെ ഉള്ളില് എന്താ ഉണ്ടാവണ്ടേ? പഞ്ചസാരയുടെ ഉള്ളില് മധുരം ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് പഞ്ചസാര എന്ന് പറയാൻ പറ്റൂല്ല. പഞ്ചസാരയുടെ ഉള്ളില് പഞ്ചസാര ഉണ്ടപ്പോ ഇല്ല, അതൊരു കെമിക്കലായി. പാലിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവണ്ടേ? പാല്. എവിടെ നിന്ന് ഇത്ര അധികം പാല്? എവിടെ പശു ഇത്ര ഉണ്ടാവണ്ടേ? എന്തോ സാധനം കലക്കിയിട്ട് പാലാക്കണം. ഞാൻ അടുത്ത കാലത്ത് കൃഷി ഇൻട്രസ്റ്റ് ഉള്ള ബാങ്ക് ഉണ്ട്, ബെസ്റ്റ് ബാങ്ക് ഉണ്ട്. നിങ്ങൾ ഇവിടത്തെ ഞാൻ മോളിത്തെ ബാങ്കിന്റെ കാര്യം പറഞ്ഞത്. അവിടെ ഡെപ്പോസിറ്റ് ഇടാനുണ്ടല്ല, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്കും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ബാങ്കില് ഡെപ്പോസിറ്റ് ചെയ്യാതെ ഭയങ്കര ഇൻട്രസ്റ്റ്, കാരണം നല്ല ഇൻട്രസ്റ്റാ. ഈ ആൾക്കാരൊക്കെ കാശുണ്ടാക്കി വെച്ചിട്ട് ഞാൻ പറയാറുണ്ട്, ഇലോനപ്പെട്ട താനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിള്ളേര് കിടന്നു വട്ടം തിരിഞ്ഞു. കാരണം തന്റെ ATM കാർഡിന്റെ പാസ്വേഡ് അറിയാണ്ട് കിടന്നിട്ട് ഓട്ടാണ് ആദ്യം. അതുകൊണ്ട് അപ്പന്മാരോട് ഞാൻ പറയാറുണ്ട്, ദയവ് ചെയ്ത് മരിക്കുന്നു തോന്നുമ്പോ പാസ്വേഡ് എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചോളൂ, പിള്ളേരിട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത്. മനസ്സിലായില്ല? മരിച്ചു കഴിഞ്ഞാൽ നാത്തുമാരൊക്കെ വന്നിട്ടുണ്ടല്ല, ഇവിടെ നിന്ന് കറയണേന്റെ ഇടയിൽ കൂടെ 2 സാരി എനിക്ക് വെച്ചോളോട്ടാന്ന്. കാരണം അവിടെ ഷെൽഫ് തുറന്ന് സംഭവം തുടങ്ങി നമ്മളോട് കരയാന്ന് തോന്നുന്നു, സംഭവം മിസ്സാവും നമ്മുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും പണിമോനെ. ശരിയല്ലേ? വിഷമിക്കരുത് നമ്മള്. അതുകൊണ്ടാണ് ജീവിതകാലത്ത് ജീവിച്ചിരിക്കുമ്പോ ചെയ്തില്ലെങ്കിൽ നാം മരിക്കാൻ വേണ്ടി കാത്തിക്കാണ് മനുഷ്യരുടെ കുറ്റപ്പെടുത്തി പറയേണ്ടത്. അതുകൊണ്ട് ഇവര് രണ്ടുപേരും ഡെപ്പോസിറ്റ് ഇട്ടുമോനെ ഫിക്സഡ്. നിങ്ങളൊക്കെ ഉണ്ടല്ല, അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇപ്പൊ 15 ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇനി എത്ര? 100. എന്നോ നിങ്ങളൊക്കെ അവരുടെ ഹൃദയത്തിലെ ഫിക്സഡ് ഡെപ്പോസിറ്റാ. അച്ഛൻ തന്നെ പറഞ്ഞതറിയോ? ഇപ്പൊ നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോ എന്ത് സ്പിരിറ്റാണ് ഇവിടെ പകരുന്നത് നിങ്ങൾ ആലോചിച്ചു. പല മീറ്റിങ്ങുകളിൽ നമ്മൾ പോകും. ഇവിടെ എന്താ നമ്മൾ പറയുന്നത്? ഇവിടെയാണ് സ്വർഗം, ഇവിടെയാണ് ജീവിതത്തിൽ ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം. ഈ ഇരിക്കുന്ന മനുഷ്യരെല്ലാം നിങ്ങളോട് സംസാരിക്കുക എന്തിനെ കുറിച്ചാ? സ്നേഹത്തെ കുറിച്ച്. ഇവരുടെ സ്നേഹം എന്ന് പറയുന്നത് കുറെ ചോറ് തിന്നണമെന്നല്ല, മനുഷ്യനെ മനസ്സിലാക്കലാണ്. ഇവരുടെ അവസാന കാലഘട്ടത്തിൽ ഇവരെ മനസ്സിലാക്കേണ്ടവരാരായിരുന്നു? ഇവരുടെ മക്കൾ. ആ മക്കൾ ഈ ലോകത്തിന്റെ വഴിയുടെ എല്ലാ മനുഷ്യരും ഒരുപോലെ മരിക്കുന്നില്ല. ശ്വാസം കിട്ടാണ്ടാവുന്നിരിക്കട്ടെ, നിങ്ങൾ മരിച്ചു നോക്കുന്നല്ലോ. അത് കിട്ടാണ്ടാവുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ മരിച്ചു. മരിച്ചിട്ട് കിട്ടാണ്ടാവേ. അപ്പൊ എന്തേ കിട്ടാത്ത? മരിച്ചുള്ള ഇത്രയ്ക്കുള്ളൂ. എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുക. എന്തോരം മരിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോ നിങ്ങൾ ഉറപ്പച്ചോ എന്ത് മരിച്ചു. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല, മരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തെ എന്തൊരു സുന്ദരമാക്കിയിട്ട് നിങ്ങൾ ഈ പോയിട്ട് ഇവിടെ പോയവരുണ്ടല്ലോ, നാളെ പോയിട്ട് എന്തെങ്കിലും നന്മ ചെയ്യുന്ന ആൾക്കാരുടെ കണ്ടോട്ടല്ലോ ഒരു സുഹൃത്താണ്. അവിടെ സ്വിച്ച് ഓഫ് ആക്കിയാൽ ഇവിടെ കംപ്ലീറ്റ് ഓഫ് ആവും. നമ്മുടെ കയ്യിലല്ല. അത് കുറച്ച് അവര് തന്നെ ചീത്ത പറയും. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടാണ്ടായാൽ അപ്പൊ നമ്മൾ മോശമാവും. അല്ല, അപ്പൊ ആദ്യം പറഞ്ഞത് പാവുന്നത് കറക്റ്റ്. ഏത് കറക്റ്റ്? നിങ്ങൾ പറഞ്ഞതിനോട് 100% ഞാൻ വിശ്വസിക്കുന്നു. തിലകൻ പറഞ്ഞില്ലേ, അതുപോലെയാണ്. അതായത് നന്മ ചെയ്യാൻ നിങ്ങൾ ഇറങ്ങി തിരിച്ചോ, ഒടക്ക് ഉറപ്പ്. ഒടക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഇയാളെന്തിനൊക്കെ അങ്ങനെ ചെയ്യണം. ഇയാൾക്ക് വല്ല കാര്യമില്ല ചെയ്യാനായിട്ട്. ഉറപ്പായിട്ട് ഉടക്ക് കിട്ടും. ഞാനിപ്പോ ആ വഴി കൂടെ നടക്കണുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഉടപ്പുണ്ട്. ഉടപ്പല്ല, ഉടക്കുണ്ട്. കാരണം നിങ്ങൾ കക്കാൻ പോയേക്ക് കാക്കമാനം കൂട്ട് കിട്ടും. ഇപ്പൊ നിങ്ങൾ കക്കാൻ പോയി വഴിയൊക്കെ എന്താ കക്കാൻ വന്നിട്ടുള്ളതാണ്. ഞാനും കൂടട്ടെ, കുടിക്കും. പകുതി എനിക്കാറുണ്ട്. ശരി, ഭയങ്കര അപ്രീസിയേഷനാ. കക്കാൻ പോയി കഴിഞ്ഞാൽ കൂട്ടുകൂടിയിട്ട് കക്കുക. നിങ്ങൾ പത്തെടുത്ത് നോക്കിയാൽ കാമ്പലിയിൽ കൂട്ടുകൂടി കട്ടാൽ നമുക്ക് കൂട്ടുകൂടി കക്കാലോ. പക്ഷെ നിങ്ങൾ നല്ലത് ചെയ്യാൻ പോയെങ്കിൽ മുടക്കണ്ട. നീ എങ്ങനെ നന്നാവണ്ട. അന്ന് മറ്റേ ഏതൊരു സാധനം കയറി വരുന്ന സാധനം ഇങ്ങനെ
കൂടെ കയറി വരുന്ന സമയം ഇങ്ങനെ കടലോരത്തേക്ക് ഞണ്ട് ആ സാധനം അവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ അങ്ങനെ നീക്കാറുണ്ടോ? അതാണ് ലോകം. അതുകൊണ്ട് ബാബു ലവ്ലി തീർച്ചയായിട്ടും ഉടക്കുകൾ ഉണ്ടാക്കും. അതൊന്നും പ്രതിസന്ധികളെയല്ല. കടലുണ്ടല്ലോ, കടല് ഇളകി മറിയുന്ന ചെങ്കടലിന്റെ നേരെ നിന്നിട്ടാണ് മോശ ആ കടലിൽ കടന്നു വന്നത്. യുവരാജ് സിംഗ് ക്യാൻസർ സംഭവിച്ചിട്ട്, ക്യാൻസറിനെ അതിജീവിച്ചിട്ട് ബാറ്റ് എടുത്തിട്ട് വന്നു നിന്നു യുവരാജ് സിംഗ്. ഇന്നസെന്റ് ഏട്ടൻ എന്റെ വലിയ സുഹൃത്തായി, അദ്ദേഹം ക്യാൻസർ ആശുപത്രി കിടന്നിട്ട് ചെറിയുടെ പുസ്തകം എഴുതിയാണ്. എല്ലാത്തിനും അതിജീവിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ബി സ്ട്രോങ്. നിങ്ങളുടെ ശരീരം കേടുവരാതിരിക്കട്ടെ. വരുന്നതിന് മുമ്പ് വരുന്നതിന് ശേഷം, കോവിഡിന് മുമ്പ് കോവിഡിന് ശേഷം. ഏതാ നിങ്ങൾ ഇവിടെ വന്നിട്ടാണോ നിങ്ങൾക്ക് സന്തോഷം? അതിന് മുമ്പുള്ള കാലത്താണോ സന്തോഷം? പറ ചേട്ടന്മാര് പറ. ഒരാൾക്കിനോട് കയ്യടിക്കാൻ കണ്ട, അവർക്ക് ഇവിടെ വന്നിട്ടാണ് ഇത്രയും കാലം ജീവിച്ചതിൽ അവർക്കുണ്ടായ സന്തോഷത്തെക്കാൾ വലുത് ഇവിടെ വന്ന് കിട്ടി. അതിന്റെ അർത്ഥം ഇവിടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരുതൽ വീടായി ഇത് തീർന്നിരിക്കുന്നു. എല്ലാവർക്കും, ബാബു ലവ്ലിക്കായ്പിനുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും നിങ്ങളുടെ നേട്ടം നിങ്ങളുടെ ഹൃദയത്തിൽ അടക്കി കട്ടകൾ കെട്ടി വെച്ചോളോ. മരിച്ച പോലും അത് പോകില്ല. അത് ദൈവസന്നിധിയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. എല്ലാ ഇത്തിരി സമയമെടുത്ത് പോയി, സോറി ട്ടാ, എനിക്ക് അവരുടെ ഒരു ശീലമുണ്ട്, ക്ഷമിക്കണം. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പാട്ടിന് 2 വരി. വളരെ മനോഹരമായ ഒരു ഗാനം. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു മനോഹര ഗാനക്കാലത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്ക് നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്ക് നന്ദി.
നമ്പരം മനമേ നടത്തിയ വിധങ്ങളെയോ നിറയും നമ്പരം മനമേ നടത്തിയ വിധങ്ങളെയോ. താങ്ക് യു. ഭവനത്തിൻ്റെ ഇങ്ങനെ ഒരു നല്ല സംരംഭത്തിന് എല്ലാ അർത്ഥത്തിലും കാരണക്കാരായ ശ്രീ ബാബു ചെറിയാൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി ലവ്ലി, ശ്രീ ഐ ജോസഫ്, ഇവിടെ പ്രാർത്ഥന ചൊല്ലിയ ബിനു ചാരിത, ശ്രീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഡി വി ബിനു, അദ്ദേഹത്തിൻ്റെ കുടുംബ മകളും വൈഫും, ശ്രീ ഗോപി കൃഷ്ണൻ, ശ്രീ ജോൺ വർഗീസ്, റവൻ തോമസ്. ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു കാര്യം അത് തന്നെയാണ്. ഏറ്റവും നന്നായിട്ട് ഈ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി അവരുടെ ഒപ്പം തന്നെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു, അവരുടെ ഒപ്പം തന്നെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു, ചോറ് വാരി കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല അത് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരുപാട് നന്മകൾ നിൽക്കുന്ന ഈ ഭവനത്തിൽ വരാൻ കഴിയാതെ പോയാൽ അത് ഏറ്റവും വലിയൊരു എന്താ പറയുന്ന ഈശ്വര നിക്ഷേപമായിട്ട് എൻ്റെ മനസ്സിൽ അത് പിന്നെ ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് എത്തിയത്. കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, വരണം എന്ന് പറഞ്ഞ്. പിന്നെ സ്നേഹത്തോടു കൂടിയുള്ള ഇവിടുത്തെ പെരുമാറ്റങ്ങളും പരിഗണനകളും ഉള്ളതുകൊണ്ടാണ് എത്താൻ പറ്റിയത്. അത് വളരെ നന്നായി. കാരണം അച്ഛനെ പരിചയപ്പെടാൻ പറ്റി, അച്ഛൻ്റെ നല്ല വാക്കുകൾ കേൾക്കാൻ പറ്റി. എനിക്കും ഞാൻ എല്ലായിടത്തും അച്ഛൻ്റെ ഈ വാക്കുകളെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയും. അത് മോശമായിട്ട് അതിനെ എക്യൂട്ട് ചെയ്യരുത്. ഒരുപാട് സന്തോഷം. ആഘോഷവും ഉത്സവവും രണ്ടാണ്. ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഉത്സാഹം പ്ലസ് ആഘോഷം ഉണ്ടാകുമ്പോഴാണ് ഉത്സവമാകുന്നത്. അതിനകത്ത് പിന്നെ പരിമിതികളില്ല. ഇവിടെ ഇപ്പം നടക്കുന്ന അതാണ്. ശരിക്കും ഉത്സവം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു മനസ്സോടുകൂടി ഇപ്പൊ നമുക്കറിയാലോ, നിങ്ങളുടെയൊക്കെ ഈ ഏജിൽ വീട്ടിൽ കഴിയുന്ന പലരും അനുഭവിക്കുന്ന വ്യതകളും വിഷമങ്ങളും പ്രയാസങ്ങളും നോക്കുമ്പോൾ ഈശ്വരൻ ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. അതാണ് ഇത്രയും നല്ലൊരു നന്മയുടെ വീട്ടിലെത്താനായിട്ട് കഴിഞ്ഞത്. സമാധാനം കിട്ടട്ടെ. ഞാൻ ഒരിക്കലും സമ്പത്ത് കിട്ടട്ടെ എന്ന് ആരോടും പറയാറില്ല. സമ്പത്ത് കൊണ്ട് സങ്കടപ്പെടുന്ന ഒത്തിരി ആൾക്കാരെയും നമുക്കറിയാം. അപ്പോൾ സമാധാനമായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ഈ കൂട്ടായ്മയിൽ കോണ്ടാക്ട് അല്ല, കണക്ഷൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഒരുപാട് പ്രാവശ്യം ഇവിടെ വരും, സൗകര്യമുള്ളപ്പോഴൊക്കെ വരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നന്ദിയും നേരുന്നു. നന്ദി, നമസ്കാരം. നമുക്കൊരു വീഡിയോ പ്രസന്റേഷനിലേക്ക് കിടക്കുകയാണ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, നമ്മുടെ ഇവിടെ സ്ഥലത്തിരിക്കുന്ന ബ്ലോഗർ ബിനി ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ പറഞ്ഞത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രദർശിപ്പിച്ച കൊള്ളക്കാരനും അത്യാവശ്യ കാര്യമൊക്കെ അവരെ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് ടി വിയിലാണ് താമസിക്കുന്ന ഒരു അനുഭവം ഉളവാക്കത്തക്ക രീതിയിലുള്ള വളരെ നല്ല കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു കരുതൽ വീട്ടിൽ കാണുവാനായിട്ട് നിസ്സംശയം പറയാവുന്നതാണ്. മാതൃകമായ അദ്ദേഹത്തിന്റെ സംസാര സാമീപ്യങ്ങളും സാമ്പത്തിക സംസ്കൃതി, ത്യാഗമനോഭാവവും പെരുവേലി കുടുംബത്തിന്റെ സന്തോഷവും സുരക്ഷിതത്വവും കൂടുതൽ ഉറപ്പുവരുത്തുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ വിസ്മരിക്കാവുന്നതല്ല. സന്തോഷകരമായ വിനോദ പരിപാടികളിൽ ഇവർക്കൊപ്പം കൂട്ടായി ഇവിടുത്തെ ജീവനക്കാരും അവരും കൂടി ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ള കാര്യവും ഇവിടെ പ്രത്യേകം പ്രശംസനീയമാണ്. ഇവിടുത്തെ ഓരോ ജീവനക്കാരുടെയും കൂട്ടായ്മയും സ്നേഹത്തിരിക്കുന്ന ഈ ഒരു സുന്ദര നിമിഷത്തിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് ഫുഡ് സേഫ്റ്റി അതോറിറ്റി മാനദണ്ഡങ്ങൾക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്ത്
നിവാസികൾക്കും സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കാൻ സ്ഥാപനത്തിന് സ്വന്തമായി ആംബുലൻസും മറ്റ് വാഹന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിവാസികളുടെ തുണികളും മറ്റും അലക്കി ഉണക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആധുനിക രീതിയിലുള്ള ക്രമീകരണങ്ങളുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കുളിർമ നൽകുന്ന മാജിക് ഷോകളും മറ്റു കലാപ്രകടനങ്ങളും കൊണ്ട് അവരുടെ മനസ്സിനെ കുളിർമ പെയ്യുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് കോരിത്തെരിപ്പുണ്ടാക്കുന്ന ഒരു പ്രത്യേക കാഴ്ച തന്നെയാണെന്ന് ഇവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനെല്ലാം കാരണഭൂതരായ ശരീരം കൊണ്ട് ഏറെ അകലെയാണെങ്കിലും മനസ്സുകൊണ്ടും അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന ബഹു ചെയർമാൻ ശ്രീ ബാബു ചെറിയാന്റെയും പ്രിയ പത്നി ശ്രീമതി ലൗലി ബാബുവിന്റെയും ഹൃദയവിശാലതയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായി നിലകൊള്ളുന്ന പെരുമേൽ ഫൗണ്ടേഷൻ ഈ അവസരത്തിൽ അവർക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയാണ്. ഈ ഒരു കാലയളവിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ സ്ഥാപനത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച എല്ലാ മഹത് വ്യക്തികളോടുമുള്ള നന്ദിയും കടപ്പാടും ഈ തരുണത്തിൽ ഓർത്ത് അവരെ നന്ദിയോടെ സ്മരിക്കുകയും ദൈവകരങ്ങളിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പെനുവേലിനെ നെഞ്ചിലേക്കുകയും കണ്ണും കാതും തുറന്നു വെച്ച് സദാ പ്രവർത്തന നിരതയാവുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ ഐ.പി. ജോസഫിന്റെ പ്രിയ പത്നി നിർമ്മല മാഡം. ഇവിടുത്തെ ഓരോ ജീവനക്കാരോടും ചേർന്ന് നിന്നുകൊണ്ട് ഏതൊരു ജോലിയും വളരെ കൃത്യതയോടെ ചെയ്തു തീർക്കുവാൻ കാണിക്കുന്ന ആ മനസ്സ് ഏറെ പ്രശംസനീയം തന്നെയാണ്. ഇവിടുത്തെ എല്ലാ മാതാപിതാക്കളുടെയും കണ്ണിലുണ്ണിയായ നിർമ്മല മാം ഓരോ മാതാപിതാക്കളുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് തന്റെ മുഴുവൻ സമയവും ഈ ഒരു കണ്ടൽ വീടിന് വേണ്ടി കർമ്മനിരതയാവുകയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി. സ്ഥാപനവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകളുടെയും പ്രവർത്തന മികവും പ്രത്യേകം ഈ സമയം ഓർക്കുകയാണ്. യാത്രാക്ലേശത്തിന് റോഡിന്റെ പണി തീർന്നു. വളരെ രാജകീയമായ ഒരു രാജവിധി തന്നെ ഈ സ്ഥാപനത്തിലേക്ക് ദൈവത്തിന്റെ കരങ്ങളാൽ നമുക്ക് നേടിയെടുക്കാനായി സാധിച്ചു എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു വാർത്തയും ഇത്തരുണത്തിൽ എല്ലാവരെയും അറിയിക്കുകയാണ്. താങ്ക് യു. സത്യത്തിൽ ഐ.പി. സാർ കുറേ കാലങ്ങളായി, ഇതിപ്പോൾ 5ാം വർഷത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. കുറേ കാലമായി ഐ.പി. സാർ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, ഗോപികൃഷ്ണൻ ഈ വഴിക്കൊക്കെ ഒന്ന് വരണം, അത് ഒറ്റയ്ക്ക് വന്നാൽ പോരാ, കുടുംബവുമായിട്ട് വരണം, കുട്ടികളുമായിട്ട് വരണം. കാരണം അവർ കാണട്ടെ, ഇവിടെ കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെ കുട്ടികളതൊക്കെ കണ്ട് പഠിക്കട്ടെ എന്ന് ഐ.പി. സാർ എന്നോട് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു ശരിയായ സമയം വന്നത്. അപ്പോഴും ഐ.പി. സാർ എന്നോട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് കുടുംബമായിട്ട് വരണം. സത്യത്തിൽ കുടുംബമായിട്ട് വരണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ മകൾക്ക് ചെറിയ പനി, ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ചുള്ളൊരു യാത്ര വേണ്ടെന്ന് വെച്ചത്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ചിറമേലച്ചൻ പല പല കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആസ്വദിച്ച് ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പഞ്ചസാരയില്ലാത്ത പഞ്ചസാരയെക്കുറിച്ചും ഉപ്പില്ലാത്ത ഉപ്പിനെ കുറിച്ചും മനുഷ്യനല്ലാത്ത മനുഷ്യനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ആലോചിച്ചത് എൻ്റെ അമ്മമ്മയെ കുറിച്ചാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ 5 തലമുറ കണ്ട ഒരാളാണ്. അതായത് എൻ്റെ അമ്മമ്മയുടെ അമ്മമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് എൻ്റെ വലിയ മുത്തശ്ശിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ തറവാട്ടിലെ എൻ്റെ മുത്തശ്ശി എൻ്റെ അമ്മയോട് പറഞ്ഞു, നീ എവിടെയാണെങ്കിലും, നീ ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും ആ കുഞ്ഞു മോനെ എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. അപ്പോൾ അത് അവനും നല്ലതാണ്, എനിക്കും നല്ലതാണ്. അങ്ങനെ 5 തലമുറയെ, അതായത് എൻ്റെ അമ്മയുടെ 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 അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്, മുത്തശ്ശിയെ കണ്ടിട്ടുണ്ട്. അപ്പം മുത്തശ്ശി, പിന്നെ അതിൽ ഞങ്ങൾ വല്യമ്മ എന്ന് വിളിക്കുന്ന മുത്തശ്ശിയുടെ മകള്, വല്യമ്മയുടെ മകൾ എൻ്റെ അമ്മമ്മ, അമ്മമ്മയുടെ മകൾ എൻ്റെ അമ്മ, പിന്നെ ഞാൻ. അങ്ങനെ ഈ തലമുറയെ മുഴുവൻ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു അപൂർണതയുടെ ഭാഗമാണ് നമ്മൾ. അപ്പോൾ അപൂർണത, ഇൻകംപ്ലീറ്റ്നെസ് നമുക്ക് എപ്പോഴും ഉണ്ട്.
പൂർണ്ണമായ തൃപ്തിയില്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കാം, ഇതിനേക്കാൾ ഇത്ര മോശമായിട്ട് അവസ്ഥയിലാണ് ആളുകൾ പുറത്ത് ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെ കാത്ത് നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കൂടുതൽ ആളുകൾ ആ സ്നേഹവലയത്തിലേക്ക് വരട്ടെ. ദീർഘനാൾ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഇവിടെ കഴിയാൻ പറ്റും. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സാർ. നമുക്ക് DB ബിനു സാറ് സംസാരിക്കും. DB ബിനു സാറ് പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നിയമപരമോ അല്ലാത്ത എന്ത് സംശയമുണ്ട് ഞാൻ ബിനു സാറിനെ വിളിക്കുന്നത്. രാത്രി 12 മണി 1 മണിക്കൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടില്ലാതെ പറഞ്ഞു തരികയും സഹോദര ബുദ്ധിയായി ഇടപെടുകയും ജഡ്ജിമാരുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത് ബിനു സാർ. ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടെ കണ്ടുപിടുത്ത പ്രവർത്തനം എല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് ഡൊണേഷൻ എടുക്കുന്നില്ല പോയത്. അത്ര സന്തോഷമായിട്ട് നല്ല ബന്ധങ്ങളിലൊക്കെ കൊണ്ടുപോകാനും സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ ഒരു ഭാഗമാണ് ബിനു സാർ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, നമ്മുടെ ബാബു, ചേച്ചി, എൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ, ബഹുമാനപ്പെട്ട അച്ഛൻ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ കരുതൽ വീടിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു വരും. അച്ഛൻ സൂചിപ്പിച്ച ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ വന്നത്, നമ്മുടെ ഈ കള്ളവും ചതിയും വെള്ളോളം പൊളിവചനവും ഇല്ലാത്ത ഒരു ഓണം ആണ് നമ്മൾ ആഘോഷിച്ചത്. പക്ഷേ കള്ളവും ചതിയും ഇല്ലാത്ത ഒരു നാളെ കാണുക എന്നുള്ളത് നമ്മുടെ സ്വപ്നങ്ങൾ മാത്രമാണ്. ഞാൻ ഈ കൺസ്യൂമർ കോടതിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള നിരവധി പരാതികളാണ് ഓരോ ദിവസവും വരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്ന ഒരു കോടതിയായി ഇത് മാറി. കള്ളവും ചതിയും ഇല്ലാത്തൊരു നാടാണെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ അച്ഛൻ പറഞ്ഞ പോലെയുള്ള എന്താണ് ഉപ്പു മുതൽ കർപ്പൂരം വരെ, അല്ലെ, കുതിർത്ത് കർപ്പൂരം വരെ. ഇപ്പോൾ അത് അച്ഛൻ പുതിയൊരു കണ്ടുപിടുത്തം കൂടി നടത്തിയത് ആട്ടിൻ കാട്ടത്തിൽ മായം, അല്ലെ. ഇപ്പോ എനിക്ക് തോന്നുന്നു അച്ഛനിങ്ങനെ പോയാലൊരു കേസുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആട്ടിൻ കാട്ടത്തിൽ മായം ചേർത്തതിനെ സംബന്ധിച്ച് ഉപഭോക്തൃ കോടതിയിൽ കേസുമായി വരാനുള്ള എല്ലാ സാധ്യത. ആടേ വരുള്ളൂ. അച്ഛനാണ് മേടിച്ചത്, കൺസ്യൂമർ ആരാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആട്ടുകാട്ട അച്ഛൻ കഴിക്കണമെന്ന് അർത്ഥത്തിലല്ല, അത് വാങ്ങിയ ആളെന്ന് നിലയ്ക്ക് അച്ഛനാകാനാണ് സാധ്യത, അല്ലെങ്കിൽ കൺസ്യൂമർ. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി എല്ലാത്തിലും മായം. കോഴിമുട്ടയിൽ മായം, പിന്നെ എന്താണ് ഇപ്പോ മുലപ്പാലിൽ ഒരു മായമാണ്, അത് അമ്മമാരാണ് ചേർക്കുന്നതെന്നാണ് അറിയുന്നത്. അപ്പൊ എല്ലാ തരത്തിലും മായം കലർന്ന ഒരു സർവവും മായമായ ഒരു മായമായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഇതുപോലെയുള്ള ഒരു കരുതൽ വീട് കരുപ്പിടിപ്പിക്കാൻ കഴിഞ്ഞ ഈ പിന്നെ ബാബുചേട്ടനെയും ലവ്ലി ദമ്പതി ഈ അവരുടെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുക എന്നുള്ളത് ഈ അവസരം ഞാൻ ഉപയോഗിക്കും. ഇതില് ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെ കുറിച്ചിട്ട് ഒരു കാര്യം അറിഞ്ഞത്, അച്ഛൻ ഈ എന്താണ് പാരഷൂട്ടിൽ ഇറങ്ങി എത്രയോ ദൂരെ നിന്ന് മുകളിൽ നിന്ന് എടുത്ത് ചാടി. അതിനുശേഷം ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളി ആ കൂടെ എഡിറ്ററിൽ ചാടിയ കാര്യം അറിഞ്ഞു. അപ്പോൾ അച്ഛൻ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇത്തരത്തിലൊരു ചാട്ടം ചാടിയത്. അപ്പൊ ഞാനിത് അപ്പൊ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു കേസിനെ കുറിച്ച് ഞാൻ കേട്ടു. അതായത് പാരഷൂട്ട് മേടിക്കാൻ വേണ്ടി അച്ഛനായിരിക്കില്ല അത് പോയതെന്നു, വേറെ ആരെങ്കിലും ആയിരിക്കും, അവര് മേടിച്ചതായിരിക്കും. കടയിൽ ചെന്ന് അവര് പാരഷൂട്ടിന്റെ വിലയൊക്കെ ചോദിച്ചു, അവര് ഉറപ്പിച്ചു. അപ്പൊ ചോദിച്ചു, ഇത് ഈ സ്വിച്ചിട്ട് തുറന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പൊ അവര് അത് കുഴപ്പമില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തുറന്നില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ മതി, മാറ്റിത്തരാം അല്ലേ എന്ന് പറഞ്ഞാൽ അച്ഛൻ മോളിൽ കയറിയിട്ട് ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് തുറന്നില്ലെങ്കിൽ പിന്നെ മാറിത്തരാനായിട്ട് അച്ഛൻ ആരാണ് പിന്നെ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ വളരെ ലാഘവബുദ്ധിയോടെ ഉപഭോക്താക്കളുടെ അവകാശത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വലിയ ഒരു വ്യാപാര സമൂഹമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം, ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം. അപ്പൊ അത്തരത്തിലുള്ള ഒരു നിരവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കോടതിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് നിരവധി പരാതികൾ നമ്മുടെ കോടതിയിൽ വരുന്നുണ്ട്. ഇത് പറയാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള പരാതികളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം വരാവുന്ന ഒരു കോടതി അവിടെയുണ്ട്, നിങ്ങൾക്ക് വരാവുന്നതാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ സമർപ്പിക്കപ്പെടുകയും തീർപ്പ് കൽപ്പിക്കപ്പെടുകയും
ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതില് ഒരു റോള് നമ്മുടെ ബാബു ചേട്ടനുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ വിധി നടപ്പാക്കലിൽ, വിധി എഴുതുന്നതിൽ ഉപയോഗിച്ച ആദ്യത്തെ കോടതി എന്ന് അഭിമാനപൂർവ്വം പറയാവുന്നത് എറണാകുളത്തെ കോടതിയാണ്. അതിന് കാരണക്കാരൻ അദ്ദേഹം. കാരണം ഇതിലെ IT-യുടെ സാധ്യത, അതിനുശേഷം 1 വർഷം കഴിഞ്ഞാണ് സെൻട്രൽ ഗവൺമെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കണം എന്ന് ഡൽഹിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ നാഷണൽ കൺസ്യൂമർ കമ്മീഷൻ പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത്. അതിന് 1 വർഷം മുമ്പേ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് രാത്രി വളരെ വൈകി 2 മണിവരെയൊക്കെ ഇരുന്ന് കണ്ട് ഉത്തരവ് എഴുതേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി. ഞാനിവിടെ എൻ്റെ ഭാര്യയും മകളെയും കൊണ്ടുവന്ന ഒരു കാരണം ഇത് തന്നെയാണ്. ഇത് ഇവർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചത് തന്നെയാണ്. കാരണം ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഈ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നത് കുടുംബങ്ങൾ കൂടി അറിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. അത് എന്താണ് ഇത് ചെത്തിച്ചേർപ്പിച്ച പോലെയുള്ള ദമ്പതികൾ, ഈ ബാബു ചേട്ടനും അല്ലെങ്കിൽ അവർ ചേച്ചിയും അതുപോലെ ഐപ്പും നിർമ്മല ചേച്ചിയും ആ ഈ ഭർത്താവിനെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല പാതി അല്ലെ, ബെറ്റർ ഹാഫ് എന്നുള്ള പ്രയോഗം അങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെ. ബെറ്റർ ഹാഫ് എന്നുള്ള പ്രയോഗം ഇത് ഗ്രീക്ക് മിഥോളജിയിൽ നിന്നാണ് വരുന്നത്. അതായത് ആദ്യം മനുഷ്യൻ ആണും പെണ്ണും ഉണ്ടായിരുന്നില്ല. ആണും പെണ്ണും ഉണ്ടായതാണ് കുഴപ്പമായതെന്നുള്ളതാണ് അച്ഛനും പറയുന്നത് അല്ലെ. ആദ്യം അങ്ങനെ ആയിരുന്നില്ല. മനുഷ്യൻ എന്നൊരു ഗോളാകൃതിയിലുള്ള ഒരു സാധനമായിരുന്നു. അപ്പൊ ആണും പെണ്ണും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ദുഃഖ ദുരിതങ്ങളില്ല. അങ്ങനെ എന്നാണ് ഞാൻ കരുതുന്നത്. കുറെ കൂടി നർമ്മമധുരമായി തന്നെ ആ വ്യക്തി അദ്ദേഹം കൈകാര്യം ചെയ്യും. പഞ്ചാബ് സാറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അദ്ദേഹം ഇവിടെ എറണാകുളത്ത് മജിസ്ട്രേറ്റ് ആയിരിക്കുന്ന സമയത്ത് മുതൽ എനിക്ക് അദ്ദേഹത്തെ നേരിട്ടറിയാം. ഒരുപാട് കാര്യങ്ങൾ സാധാരണ ആളുകൾക്ക് വേണ്ടി അധികാരമോ നിയമമോ ഒരുപക്ഷെ അദ്ദേഹം അതിൽ നോക്കാറില്ല. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന്, അല്ലെങ്കിൽ മുഖം നോക്കാതെ നിയമം നീതി ദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. പക്ഷേ പഞ്ചാബ് സാറിന്റെ നീതി ദേവതയുടെ കണ്ണ് ചിലപ്പോൾ തുറന്നു നോക്കും. ആരാണ് മുമ്പിൽ നിൽക്കുന്നത്? അത് ദരിദ്രനാണ്, അല്ലെങ്കിൽ നിയമത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയാത്ത നിസ്സനാണെങ്കിൽ അവന് ക്രിസ്തുവിന്റെ മുമ്പും അതിനുശേഷവും എന്ന് കാലത്തെ പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, കണ്ടവരും കാണാത്തവരും എന്ന് കാലത്തെ പോലെ ഇവിടെ TM ശേഷന് മുമ്പും അതിനുശേഷവും എന്ന് നമ്മൾ ഏറ്റവും വലിയ മഹോത്സവമായ അതിനുശേഷവും നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങളെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഈ തന്നെയാണ്. അഭിഭാഷകനായ രീതിയിൽ തുടങ്ങിയതാണ്. വക്കീലന്മാർക്ക് എന്തുകൊണ്ടാണ് കറുത്ത വസ്ത്രം ധരിച്ചത്? അച്ഛന്മാര് അല്ലേ, അന്ന് പണ്ട് അച്ഛന്മാർക്ക് കാവി കളറിലുള്ള വസ്ത്രമായിരുന്നു. ഇപ്പോൾ ടെർമിനേഷൻ വെള്ള സാധനം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, ഇതിന് മാറ്റം വന്നത്. ഡോക്ടർമാർക്ക് വെള്ള ഡ്രസ്സിലുള്ള വെള്ള കുപ്പായമാണ് കൊടുത്തത്. അപ്പോൾ ആംഗ്ലോ സാക്സൺ നിയമത്തിന്റെ പിന്തുടർച്ച എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ബ്രിട്ടനിൽ ബ്രിട്ടീഷ് നാട്ടിലൂടെ ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രിവിലേജ് ഉണ്ടായിരുന്നത് 3 വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നു. ഒന്ന് ബാരിസ്റ്റേഴ്സ്, അഭിഭാഷകർ, അറ്റോർണീസ്, മറ്റൊന്ന് ഡോക്ടർമാർ, മൂന്നാമതൊന്ന് ക്ലർജി, പുരോഹിത ശ്രേഷ്ഠരായിരുന്നു. അപ്പൊ ഇവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി വക്കീലുമാർക്ക് കറുത്ത ഗൗൺ കൊടുക്കുകയും ഡോക്ടർമാർക്ക് വെളുത്ത കുപ്പായം കൊടുക്കുകയും അച്ഛന്മാർക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് ബ്രൗൺ നിറത്തിലുള്ള കുപ്പായം കൊടുക്കുകയും ചെയ്തു. സൂര്യക്രിസ്തുവിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നവരുടെ കൂട്ടത്തിൽ ഇന്ത്യയിൽ വന്നപ്പോൾ ആ നിയമസഭയെല്ലാം ഇവിടെയും അനുവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് വക്കീൽമാർക്ക് ഒരു പൗച്ച് ഉണ്ടായിരുന്നു. അവരുടെ കോട്ടിന്റെ ഗൗണിന്റെ പുറകിൽ ഒരു സഞ്ചി തൂങ്ങി കിടക്കുമായിരുന്നു. എന്തിനു വേണ്ടിയാണ് സഞ്ചി തൂക്കിയിട്ടത്? ഈ സംരംഭം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ശില്പികൾക്ക്, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2 മണിക്ക് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, ഒരു മെഡിക്കൽ ക്യാമ്പ് തൃശ്ശൂരാണത്. ഞാൻ മുഖ്യമന്ത്രി ഇല്ലാത്തതുകൊണ്ട് മുമ്പിൽ പൈലറ്റ് വാഹനം ഉണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ പോകേണ്ടതുണ്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടെ ഞാൻ പോവുകയാണ്. താങ്ക് യു വെരി മച്ച്. ഈ 2-3 പേരുടെ ചെറിയ ആശംസകളെ ഉള്ളൂ. നിങ്ങളാരും വിഷമിക്കേണ്ട. എനിക്കറിയാം സമയം ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ്. ഇവിടെ ഒന്നും ഇനി പറയേണ്ട കാര്യമില്ല. ഇവിടെ സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്, സഹായിക്കുന്ന ചിലരുണ്ട്. എല്ലാത്തിനെയും ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. നമ്മളിവിടെ വന്നൊരു ആശംസ പറഞ്ഞിട്ട് പോയാൽ ആശംസ പറയുന്നത് എന്നെ നിങ്ങളൊക്കെ അധികം താമസിക്കാതെ മറക്കും. ഈ VIPs, സെലിബ്രിറ്റീസ്, പഞ്ചകേശൻ സാറും ബിജു സാറും ഈ ന്യൂസ് മീഡിയയിലുള്ള സനീഷും നമ്മൾ എല്ലാവരും മറന്നുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരിക്കലും മാറിപ്പോകാതെ വണ്ണം ഇവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിച്ചാൽ അത് നിലനിൽക്കുന്നതാണ്. ആശംസകളൊക്കെ ടെമ്പററി വാല്യൂ ഉള്ളതാണെങ്കിലും ഹൃദയംഗമായി, കാരണം ഇവർ ദൈവത്തിന്റെ നാമത്തിലാണ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു, ആ ദൈവത്തോട് ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ അതിന് ധാരാളമായ പ്രതിഫലമുണ്ടാകും. ഈ സനീഷ് എന്ന് പറയുന്ന ഈ കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ 1-2 കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വന്നു. എൻ്റെ പിതാവ് 53-ാമത്തെ വയസ്സിൽ മരിച്ചു. എന്നാൽ എൻ്റെ മാതാവ് മരിക്കുമ്പോൾ 2013 മരിക്കുമ്പോൾ 95 വയസ്സ് തികഞ്ഞിരുന്നു. എൻ്റെ മക്കൾക്ക് അമ്മയുടെ കൂടെ താമസിച്ച് അമ്മച്ചിയെ ശുശ്രൂഷിക്കാൻ, അവരുടെ ലാളനയേക്കാൻ അമ്മച്ചിക്ക് ആദ്യം അമ്മച്ചി അവരെ ലാളിച്ചു. പിന്നെ അവർ ടീനേജേഴ്സ് ആയിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. 95-ാമത്തെ വയസ്സിൽ എൻ്റെ വൈഫിൻ്റെയും കൂടെ താമസിച്ചാണ് മരിച്ചത്. അതെല്ലാം ഈ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ എനിക്ക് ഹൃദയത്തിലൊരു ഓർമ്മയും ഹൃദയത്തിലൊരു വികാരമൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ദൈവത്തിൻ്റെ അനുഗ്രഹം തുടർന്ന് ഈ സ്ഥാപനത്തിൻ്റെ പേരുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇരുന്നുകൊള്ളുന്നു. നന്ദി. താങ്ക് യു. ഇനി 1-2 പേരോടുള്ള ചെറിയ 2 വാക്കുകൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതിനകത്ത് ഞങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബിജു സാർ ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ മുതലേ ഞങ്ങളുടെ കൂടെ നമ്മളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന, നമ്മുടെ പ്രവർത്തനത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. 2 വാക്ക് ആശംസ പറയും. മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ ഓഡിറ്ററാണ് പുള്ളി. അതുപോലുള്ള സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ആളാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബിജു സാർ. ഒരു വാക്ക്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ദൈവങ്ങളെ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. കാരണം സയൻറ്റിഫിക്കലി മാൻ ഈസ് എ ഗോഡ് ഇൻഫർമേഷൻ. പിന്നെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇനി ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ. കാരണം അലക്സിസ് കാരൽ എന്ന് പറഞ്ഞൊരു നൊബേൽ ലോറിയേറ്റ് ഉണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ വെയിൽ കട്ടാകുന്നത് നമ്മളെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പഠിപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് മാൻ ദ അൺനോൺ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഓൾ ന്യൂ ബോൺ ബേബീസ് ആർ ജീനിയസ് ഓൺലി ടു ബി കൺവേർട്ടഡ് ഇൻ ടു ആൻ ഇഡിയറ്റ് ഇൻ സ്കൂൾ. സ്കൂളിൽ പോകുന്നതോടുകൂടിയാണ് നമ്മൾ മണ്ടന്മാരാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥ ആളാണ് മനുഷ്യൻ. അവൻ ജനിക്കുമ്പോൾ എല്ലാ കഴിവുകളോടും കൂടിയാണ് ഈ ലോകത്തേക്ക് ജനിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു? അപ്പോൾ ഇതുവരെ പറഞ്ഞ ആൾക്കാരിൽ നിന്നും വ്യത്യസ്ത ഒരു ചിന്താഗതിയും കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ പിന്നെ കുറെ പ്രാന്തന്മാരെ കണ്ടിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അതിലൊരു പ്രാന്തനാണ് ഞാൻ. ഈ പിന്നെ ഇപ്പൊ ഏത് മതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 3000-ലധികം നമ്മൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് പിന്നെ സ്പിരിച്വലി എല്ലാം ഹെൽത്തി ആയിരിക്കുന്ന ഒരവസ്ഥയാണ് ഹെൽത്ത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അവരത് തിരുത്തേണ്ടി വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തെറ്റാണെന്നും ഇങ്ങനെ ഒരു അവസ്ഥ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഒരു മനുഷ്യൻ പോലും രോഗിയല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ലെന്നും ഈ ഏറ്റവും കുറച്ച് ഹോസ്പിറ്റൽസും ഏറ്റവും കുറച്ച് ഡോക്ടർമാരും ഏറ്റവും കുറച്ച് പിന്നെ കെമിക്കൽ മെഡിസിൻ ഉപയോഗിക്കുന്നത് ജപ്പാനിലാണ്. കാരണം എല്ലാവരും 90 വയസ്സിന് മേളിൽ പോലും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ജോലികളല്ല മരണം വരെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാമെങ്കിൽ
നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങളൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ തോമസ് മാത്യു അച്ഛന് നമ്മുടെ ബാബറിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇതുപോലെയുള്ള സ്ഥാപനം നടത്തുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു അച്ഛനാണ്. ഇതിനോടൊക്കെ പാഷനുള്ള അച്ഛനാണ്. അച്ഛന് സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഒരുപാട് അച്ഛൻ പറയുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്റ്റേജിലായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, പ്രിയപ്പെട്ട ഇവിടത്തെ അംഗങ്ങളായിരിക്കുന്ന മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ബാബുച്ചാൻ, ലൗലി മാമ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശു എൻ്റെ സ്നേഹ വന്ദനം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു, മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബൈബിളിലൊരു വാക്യമുണ്ട്, മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ, നിങ്ങൾ ഈ ചെറിയവരിൽ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് ചെയ്യുന്നത് നിങ്ങൾ അത് എനിക്ക് ചെയ്തിരിക്കുകയാണെന്ന് കർത്താവ് പറയുന്നതായ ഒരു വാക്യം. 10 കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്നേഹം എന്നുള്ളത്. സ്നേഹം നഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ പ്രിയപ്പെട്ട ബാബുശാന്, ലൗലിമാമ, ബാബുശാന്റെ കൂടെ ലൗലിമാമ ലവ്, സ്നേഹം അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ടായിരിക്കും ഇത്രയും പേരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ ഒക്കെ സാധിച്ചത്. ഞാൻ കഴിഞ്ഞ 3 വർഷം ഇവരോടൊപ്പം ഇവര് താമസിക്കുന്ന അമേരിക്കയിലുള്ള കാൻസസ് എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുകയാണ്. അന്ന് മുതൽ ഇവരുടെ സ്നേഹം കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത്രയും പേര് ഭാഗ്യം ചെയ്തവരാണ്. ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് വരുവാൻ അഡ്മിഷൻ എനിക്ക് തോന്നുന്നു 50 പേരായിരിക്കും. എത്രയോ പേരിങ്ങനെ ഭാഗ്യം ചെയ്യാത്തവരുണ്ട്. ഒന്നിനും നിവൃത്തിയില്ലാതെ ഭവനത്തിൽ കഴിയുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് നല്ല, ഞാൻ ഇതുപോലെയുള്ള സ്ഥാപനം നടത്തുന്ന ആളുകളുടെ സഭയുടെ ആവുമ്പോൾ ഇതിന്റെ ഒരു കാൽഭാഗം പോലും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ബാബുശാൻ, ലൗലിമാമ അവർ രണ്ടും ചേർന്ന് നിന്ന് അവരുടേതായ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര വിപുലമായി ചെയ്യുവാൻ സാധിക്കുന്നത്. ഞാൻ അവരെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യും. അവരുടെ സ്നേഹം അമേരിക്കയിലൊക്കെ സാധാരണ ഈ അപ്പനമ്മമാർ മക്കളെയാണ് അടിച്ചു പുറത്താക്കുന്നത്. ഒരു 21 വയസ്സാവുമ്പോൾ നിങ്ങൾ വെളിയിൽ പോകണം, വീടിന് വെളിയിൽ. അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ അവരുടെ സ്വന്തം ബെഡ്റൂമിൽ കയറുവാൻ, അവരുടെ കിച്ചണിൽ കയറുവാൻ എല്ലാം അനുവാദമുള്ള 2 കുഞ്ഞുങ്ങൾ. ഞാൻ അവരെ കണ്ടതാ, അവരോടൊപ്പം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഹൃദയത്തിൽ സ്നേഹം നിലനിൽക്കുന്നതുകൊണ്ടാണ്. ദൈവം പഠിപ്പിച്ച 10 കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹമാണ്. ആ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ട് എനിക്ക് ഉണ്ട്. പക്ഷെ എനിക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഇത്രയും സമയമായി കൂടുതലായിട്ടൊന്നും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് 5ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണല്ലോ. ഏറ്റവും നല്ല ഒരു ഭവനമായിട്ട് കരുതലിന്റെ, ഞാനും ഇതുപോലെ കരുതൽ കാവൽ എന്ന് പറയുന്നതായ ഒരു സംഘടനയിലായിരുന്നു. 600 ക്യാൻസർ രോഗികളായിരുന്നു എന്നോട്. ഈ ഒരു സ്നേഹം, ഈ കരുതൽ അവരുടെ ജീവിതത്തിൽ എന്നും ഉള്ളത് കൊണ്ടാണ് അവരൊക്കെ നമ്മള് ഇത്ര എത്ര സിമ്പിൾ ആയിട്ടാണ് ബാബുശാനിൽ ലൗലിമാമയെ ഞാൻ എപ്പോഴും കാണുന്നത്. ഇവരുടെ ഈ സ്നേഹം എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. ഇവര് സിസ്റ്റേഴ്സ് എല്ലാം അതുകൊണ്ട് ഒരുമിച്ച് അടുത്തടുത്ത സ്ഥലങ്ങളിലെ വീടുകളിലാണ് താമസിക്കുന്നത്. എന്തോ അവർക്ക് കാണണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. എപ്പോഴും ഇവരെ ചെന്നാൽ ഞാൻ താമസിക്കുന്ന വീട് ഇവരും എത്തും, ഞങ്ങൾ കാണും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകും. എല്ലാ മാസവും ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയ്ക്ക് കുടുംബത്തിൽ ആ സ്നേഹമുണ്ട്. ആ സ്നേഹം സമൂഹത്തിലേക്ക്, ദൈവം കൊടുത്ത സമ്പാദ്യം തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ കൊണ്ട് കരുതണം, സ്നേഹിക്കണം എന്നുള്ള ആഗ്രഹമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ബാബുശാന്, പ്രിയപ്പെട്ട ലൗലിമാമ, നിങ്ങൾ ചെയ്യുന്ന സേവനത്തെ അച്ഛൻ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ദൈവം അതിനുള്ള പ്രതിഫലം തീർച്ചയായിട്ടും നൽകും. അതിന് ഇനിയും കൂടുതൽ ഇത് വളർച്ചയിലേക്ക്, ഈ 5ാമത്തെ വർഷം ഇത് ഞാൻ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചതാണ്. ഇന്ന് ഞങ്ങൾക്ക് കുടുംബമായിട്ട് വരുവാൻ സാധിച്ചു. എല്ലാം ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. ദൈവം ഇത് ഇനിയും ഒത്തിരി ഉയർച്ചയിലേക്ക് നന്നായി വളരുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവിടുത്തെ സ്റ്റാഫിനെയും എല്ലാവരെയും അനുമോദിക്കുന്നു. ഇത്ര നീറ്റായിട്ട്, ഇത്ര ക്ലീൻ ആയിട്ട് ഞാൻ വന്നപ്പോഴേ ഇത് കണ്ടപ്പോഴേ ഒത്തിരി എനിക്ക് എല്ലാവരെയും ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ രീതിയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. നമുക്ക്
ഇവിടെ സ്റ്റീഫൻ. പെനോൽ ഫൗണ്ടേഷന്റെ 5ാമത് വാർഷികാഘോഷ പരിപാടിയിൽ ഏറ്റവും അമരക്കാരനായ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നിറവിടമായ ബാബു ചെറിയൻ സാർ, ലവ്ലി മാഡം, അതുപോലെ നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതമേകിയ ബഹുമാനപ്പെട്ട ജോസഫ് സാർ, വേദിയിലെ വിശിഷ്ടാതിഥികളെ, സദസ്സിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സ്റ്റാഫ് അംഗങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുക. നമുക്കറിയാം, ആദ്യമേ തന്നെ ഈ പെനോൽ ഫൗണ്ടേഷന്റെ 5ാമത് വാർഷികാഘോഷ പരിപാടി ഇത്രയും മനോഹരമാക്കാൻ ഇതിന്റെ ട്രസ്റ്റ്, സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അതിനോടൊപ്പം ആശംസകളും നേരുകയാണ്. നമുക്കറിയാം, ഇവിടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കൾ 45 പേര് ഇവിടെ നല്ല രീതിയിൽ ശാരീരികമായും മാനസികമായും പരിപാലിക്കുന്നതിൽ ഏറ്റവും അതീവമായി തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന മഹനീയമായ ഒരു സ്ഥാപനമാണിത്. നമുക്കറിയാം, മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കാണപ്പെട്ട ദൈവമാണ്. നമ്മൾ എങ്ങനെ പരിചരിക്കുന്നോ അതിനേക്കാളും അപ്പുറം എന്ന് തന്നെ പറയാം. അതേ രീതിയിലാണ് ഇവിടുത്തെ മാതാപിതാക്കളെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നത്. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബഹുമാനം എത്രത്തോളം ഉണ്ടെന്ന്. എൻ്റെ അറിവിൽ എനിക്ക് ഒരു 30 വർഷം മുന്നൊക്കെ എൻ്റെ അപ്പൂപ്പനും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ അപ്പൻ ഉള്ള അഭേദ്യമായ ബന്ധങ്ങൾ ഈ തലമുറയിൽ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വന്ന് കാണുകയും അവരെ ഏത് രീതിയിൽ പരിപാലിക്കുമെന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമാണിത്. അപ്പം ഈ സ്ഥാപനത്തിന്റെ ഇത്രയും മഹനീയമായ പ്രവർത്തനങ്ങൾ തുടർന്നും ഇതുപോലെ കൂടി എന്ന് പറയാ അത് രീതിയിൽ പ്രവർത്തിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ ജോസഫ് സാറ് പറയാറുണ്ട്, അച്ഛനമ്മമാരെ പരിപാലിക്കുന്നതിൽ അവരെ അതുപോലെ ഈ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുമ്പോ പുറത്തു കൊണ്ടുപോകാൻ ഈ റോഡിൽ ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു. നമസ്കാരം. സമയം അതിക്രമിച്ചതുകൊണ്ട് കൃതജ്ഞത പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കരുതൽ വീട്ടിലെ കരുതുന്ന ഒരു കുടുംബ സംഗമമാണിത്. 5ാം വർഷമാണ്. വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തു. ഹൈബ് ജോസഫും ബാബു ചെറിയാൻ, ബ്രദർ ബാബു ചെറിയാനും, ലവ്ലി മാഡും എല്ലാവരും ഡീപ്ലി ഇൻവോൾവാണ് ഇതിനകത്ത്. അനേകരെ കരുതുന്ന ഒരു പ്രസ്ഥാനമായിട്ട് വളരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാബു ബ്രദർ വലിയ ആഗ്രഹമുണ്ട്. എന്നോട് പറഞ്ഞ ഒരു 65 ലക്ഷം രൂപ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് അടുത്ത ഞങ്ങൾ പണിയണം. ഒരു 30 പേരെയും കൂടെ താമസിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് നടക്കാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട പോൾസൺ സ്റ്റീഫൻ കൃതജ്ഞത പറഞ്ഞ് അവസാനിപ്പിക്കും. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ ഒരു ധന്യ മുഹൂർത്തത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞുപോയ 2 മണിക്കൂർ സമയം കരുതൽ ഭവനത്തിൻ്റെ 5ാമത് വാർഷിക ആഘോഷങ്ങൾ നമ്മൾ പങ്കെടുക്കുകയായിരുന്നു. സമയം പോയതൊട്ടും അറിഞ്ഞില്ല. ഇനിയും മുന്നോട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് പോകാൻ കഴിയുമെങ്കിലും സമയത്തിൻ്റെ ഒരു പരിമിതി നമുക്കുണ്ട്. തീർച്ചയായും ഇന്നേ ദിവസം ഇത്രയും ധന്യമാക്കിയ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുകയാണ്. അതിൻ്റെ നന്ദി സൂചകമായി നമ്മുടെ കരങ്ങളെ ചേർത്തടിച്ച് സർവേശ്വരനോട് നമുക്ക് നന്ദി പറയാം. ഇന്ന് വിശിഷ്ടാതിഥിയായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് എല്ലാവരും വിശിഷ്ടാതിഥികൾ തന്നെയാണെങ്കിലും ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് താൻ കടന്നുപോയെങ്കിലും ഫാദർ ഡേവിസ് ചിറമേൽ അച്ഛനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി കരുതൽ ഭവനത്തിൻ്റെ പേരിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. മാത്രമല്ല, നമുക്കിന്ന് നല്ല സന്ദേശങ്ങളൊക്കെ നൽകി തന്ന SH പഞ്ചാബേശ്വൻ സാർ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും സന്ദേശവും നമുക്കൊരുപാട് അനുഗ്രഹമായിരുന്നു. സാറിനോടുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. മാത്രമല്ല, എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ നടത്തിയ ഓരോ വാർഷികത്തിലും ഞങ്ങൾ 1ാം വാർഷികം മുതൽ എല്ലാ വർഷവും വരുന്നവരാണ്. അന്ന് മുതൽ പ്രിയപ്പെട്ട ബിനു സാറിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു സാറ് തന്നെയാണ് വന്നത്. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം ഫാമിലിയോട് ഒരുമിച്ച് കടന്നു വന്നു. ബിനു സാറിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി
ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ KR ഗോപികൃഷ്ണൻ സാർ, മീഡിയയിലെ നമുക്കെല്ലാം അറിയാവുന്ന 24 ചാനലിൻ്റെ വളരെ ഭാരിച്ച ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കരുതൽ ഭവനത്തിൽ വന്ന് ഞങ്ങളോട് സമയം ചെലവഴിച്ചതിനും നല്ല വാക്കുകൾ പറഞ്ഞതിനും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ കരുതൽ ഭവനത്തിൻ്റെ പേരിൽ ഞങ്ങളത് അറിയിക്കുകയാണ്. മാത്രമല്ല, സമയത്തിൻ്റെ പരിമിതി കുറവുകൊണ്ട് പ്രിയ ബഹുമാനപ്പെട്ട MLA ഇവിടുന്ന് കടന്നുപോയി. സാറിനോടുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ തോമസ് മാത്യു നമ്മോടൊപ്പം വളരെ കുറച്ച് സമയമെടുത്തെങ്കിലും ഹൃദ്യമായ വാക്കുകൾ പറഞ്ഞ പ്രിയ അച്ഛനോടുള്ള നന്ദിയും ഈ സമയത്ത് കരുതൽ ഭവനം പങ്കുവയ്ക്കുകയാണ്. മാത്രമല്ല, നമ്മോടൊപ്പം ചുരുക്കം വാക്കുകളിൽ നന്ദി പറഞ്ഞ മെമ്പർ, അതുപോലെ ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് സാറ് വളരെ നല്ല വാക്കുകൾ തന്നെ പഴയ ഓർമ്മകളൊക്കെ നമ്മോടൊപ്പം പങ്കുവയ്ക്കാനിടയായി. പ്രിയ ബിജു സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. വീട്ടിൽ ഉള്ളവരാണ് ബാക്കിയുള്ളവരെല്ലാം, എങ്കിലും ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട, ഞാൻ ബാബു അങ്കിളെ എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. ബാബു ചെറിയാൻ, ലൗലി ആൻഡി, അതെനിക്ക് തോന്നുന്നൊരു 1 വേർഡാണ് അല്ലെ, ദൈവം കൊണ്ടുവന്നൊരു 1 വേർഡാണ്. അവർക്ക് ദൈവം കൊടുത്ത ഒരു ദർശനമാണ് ഈ ഒരു കരുതൽ ഭവനം. ഓരോ വർഷമാകുമ്പോൾ അത് വലുതാകുന്നതിൽ, വർദ്ധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ദർശനം ഒട്ടും മങ്ങിപ്പോകാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിനും കുടുംബത്തിനും അദ്ദേഹത്തിന്റെ മക്കളെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അവരോട് കുടുംബമായി ഉള്ള നന്ദി ഈ സമയത്ത് ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. മാത്രമല്ല, ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നതിന്റെ പിന്നിൽ എന്റെ പേരൊന്നും പറയണ്ട, എന്റെ ഫോട്ടോ ഒന്നും വെക്കേണ്ട, ഞാൻ ഏതെങ്കിലും സൈറ്റിൽ ഇരുന്നോളാം എന്ന് പറയുന്ന നമുക്കെല്ലാം പ്രിയപ്പെട്ട IP ജോസഫ് എന്ന് നിങ്ങൾ വിളിക്കുന്ന ഞങ്ങളെ സഹായിച്ച അദ്ദേഹത്തോട്, കുടുംബത്തിനോട്, നമ്മുടെ ആന്റി മിക്കവാറും അടക്കിച്ചങ്ങളിലൊക്കെ ആയിരിക്കുള്ളൂ, പ്രിയപ്പെട്ട നിർമ്മല ആന്റിയോട് ഉള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ വളരെ അറിയിക്കുന്നു. വളരെ നന്ദിയുണ്ട്. മാത്രമല്ല, ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന്റെ പിന്നിൽ ഇതിന്റെ ഓരോ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ടതാണ്. കാരണം ഇന്നലെ രാത്രി, ഞങ്ങളിവിടെ ഇന്നലെ വൈകുന്നേരമാണ് വന്നത്, ചില ദിവസങ്ങളായി ഇതിന്റെ പിന്നിൽ ഭയങ്കര അധ്വാനമായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഓരോ സ്റ്റാഫിനും ഈ പറ്റുമെങ്കിൽ എല്ലാവരും ചേർന്ന് നല്ല കയ്യടി അവർക്ക് കൊടുക്കേണ്ടതാണ്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അവരെ ഒന്നും ചോദിച്ചുകൊണ്ടൊന്നും അല്ല ഇതിൽ പങ്കെടുക്കേണ്ടത്. പക്ഷെ ഓരോ സമയത്തും അവരുടെ കരങ്ങളെത്താറുണ്ട്, കണ്ണെത്താറുണ്ട്. അവരോടുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്തെ അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി നമുക്ക് നല്ല സൗണ്ട് സിസ്റ്റവും ഒപ്പം നല്ല മ്യൂസിക്കും നമുക്ക് നൽകിയ ബിനു ചാരിത എന്റെ മൂത്ത ബ്രദറാണ്. സൗണ്ട് സിസ്റ്റം ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ പ്രിയ ജെയ്സൺ അങ്കമാലി, അതുപോലെ തന്നെ ഞങ്ങളുടെ മീഡിയ പ്രവർത്തകരായ പ്രിയപ്പെട്ടവർ, അവരോടുമുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ഞാൻ ഒരു ലീസ്റ്റ് പോയിന്റ് ആയിട്ടല്ല ഞങ്ങളുടെ അപ്പച്ചന്മാരെ വെച്ചിരിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. ദൈവവും ഏറ്റവും നല്ലതാണ് അവസാനം വരെ വെച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അപ്പച്ചന്മാരും അമ്മച്ചിമാരുമാണ് നമ്മുടെ ഇന്നത്തെ മെഗാ സ്റ്റാർസ്, അല്ലെങ്കിൽ ഏറ്റവും സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. അവരോട് എത്ര പറഞ്ഞാലും മതി വരില്ല. ഇന്ന് അവരെ സ്നേഹിച്ചിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, അയൽവാസികൾ ഞങ്ങളുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് പലരും വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളോടൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങളുടെ ഈ കരുതൽ ഭവനത്തിന്റെ പേരിലുള്ള നന്ദി പങ്കുവയ്ക്കുകയാണ്. ഓരോരുത്തരോടും ഇനി ഞാൻ സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ വാങ്ങുമ്പോൾ ഇനി ആരെങ്കിലും ഞാൻ മിസ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഒന്ന് വിരമിക്കും. എല്ലാവരും പ്ലീസ്. എല്ലാവരും വരും. ഞങ്ങളുടെ പണി ഏറ്റവും എളുപ്പം. പക്ഷെ ആ പണം കിട്ടി അതിനെ മാനേജ് ചെയ്ത് നിങ്ങളെല്ലാവരെയും നല്ല രീതിയിൽ സംരക്ഷിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ ഈ സ്റ്റാഫിന്റെ പേരിൽ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. ഞാൻ എല്ലാ ദിവസവും വിളിച്ച് എല്ലാവരുടെയും കാര്യം അന്വേഷിക്കും. ചിലപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വഴക്ക് പറയും ഇടയ്ക്കൊക്കെ. അതൊക്കെ സ്നേഹത്തോടെ പറയുന്ന കാര്യങ്ങളാണ്, ഇതിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി പറയുന്ന. എങ്കിലും അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒഴികെ ബാക്കി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഞങ്ങൾക്ക് അവിടെ
എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മാനം കൊടുക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇവർക്കൊരു നല്ല കൈയടി, നല്ല കൈയടി. നിങ്ങളാണ് ഈ സ്ഥാപനത്തിന് നൽകുന്നത്. നിങ്ങളില്ലെങ്കിൽ ഈ സ്ഥാപനം നിങ്ങളോടുള്ള നന്ദി സംഘത്തെ അറിയിക്കും. താങ്ക് യു സോ മച്ച്. ദേശീയഗാനം തീർച്ചയായും എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേൽക്കാൻ കഴിയുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. ജനഗണമനാധിനായക ജയ ഭാഗ്യവിധാന പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജല ചിത്തരംഗ तव शुद्ध नामे जाहे आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे. താങ്ക് യു ഓൾ. താങ്ക് യു. എല്ലാവരും സ്നേഹവിരുദ്ധ കഴിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ. ആദ്യം അബദ്ധമാർക്ക് ഫുഡ്, അതിനുശേഷം ഇവിടെ വന്ന മറ്റുള്ളവർ എക്സ്പോസ് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ വളരെ മനോഹരമായി വീഡിയോ പകർത്തുന്ന നമ്മുടെ ബ്ലോഗർ മാഡത്തോട് ഫാമിലിയോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദി വണ്ടർഫുൾ വീഡിയോ ദാറ്റ് യു ഹാവ് പ്രസന്റഡ്. യെസ്. മറന്നുപോയി.
സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവ സ്നേഹം എത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ നിന്റെ ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു
അമ്മയും മോളും കൂടി സംസാരിച്ചുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. മറ്റേ പുള്ളിയെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ ജയകൃഷ്ണൻ